ഓം ജീവേശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവസരവേ ഗുരവേ നമഃ. ഓം നമോ നമഃ സമ്പ്രദായ പരമഗുരവേ. നിങ്ങള് ഈ ശ്ലോകം എവിടെ നിന്നാണ് ഞാൻ എടുത്തത് എന്ന് ചോദിച്ചാല്, ആത്മവിലാസത്തിന്റെ ആത്മവിലാസം എന്ന് പറയുന്ന കൃതിയുടെ ആദ്യത്തെ ഒരു വന്ദന ശ്ലോകമായിട്ടാണ് സംഭവം ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോഴേ ഭാരതത്തിൻ്റെതായ ഗുരുപാരമ്പര്യത്തെ മൊത്തം വന്ദിച്ചുകൊണ്ട്, മൊത്തം നമസ്കരിച്ചുകൊണ്ട്, മൊത്തം ആദരിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മവിദ്യാ പഠനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മഹാഗുരു നമുക്ക് തന്നിട്ടുള്ള ഒരു വന്ദന ശ്ലോകമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്നുള്ള ആ ഒരു വന്ദന ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പിന്നെ പ്രഭാഷണം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒരു പതിവ്, ഒരു പാരമ്പര്യം നമുക്ക് വേണം എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ മഹാഗുരുവിന്റെ സങ്കല്പം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ ഈ ശ്ലോകം ആത്മവിലാസമല്ല, ദൈവചിന്തനം 2 എന്ന് പറയുന്ന ഒരു കൃതി എഴുതി നമുക്ക് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ അതിന്റെ ഒരു ടൈറ്റിലായിട്ട് ഒരു പ്രസാദം എന്നവണ്ണം ഒരു വന്ദനം എന്നുള്ള നിലയില് ഭാരതവർഷത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും ആദരിച്ചും വന്ദിച്ചും കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു 4 വരി 3 വരി പിന്നെ കവിതയാണിത്. ജീവേശ്വര ജഗദ്ഭേദരഹിത അദ്വൈത തേജസേ. എന്താണ് ഒരു ഗുരുവിന്റെ ഒരു പരമാത്മാവിന്റെ സ്വരൂപം എന്താണ് എന്നാണ് അതിനകത്ത് പറയുക. അത് ജീവേശ്വരനാണ്, എല്ലാ ജീവനും ഈശ്വരനായി ഭവിക്കുന്നവനാണ്, ഭേദരഹിതനാണ്, യാതൊന്നിലും ഭേദത്തെ കാണാത്തവനാണ്, അദ്വൈത തേജസ്സാണ്, അദ്വൈതത്തിന്റെ ഒരു പ്രഭാവലയമാണ്, സിദ്ധി വിദ്യാധര ശിവശ്ചരവേ, ആദി ഗുരുവായിരിക്കുന്ന മനുഷ്യകുലത്തിന്റെ ആദി ഗുരുവായിരിക്കുന്ന പരമേശ്വരന്റെ സിദ്ധികളാൽ പോഷിപ്പിക്കപ്പെട്ട ഈ ആത്മവിദ്യയുടെ പാദങ്ങളിലൂടെ ചരിക്കുന്നവരെ, അങ്ങനെയുള്ളവനായിരിക്കുന്ന ഗുരവേ നമ. ഓം നമോ നമിക്കുന്നു. ആരെയാണ്? സമ്പ്രദായ പരമഗുരവേ. ഈ ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള സർവ്വ ഗുരുപരമ്പരകളെയും ഇതാ വന്ദിക്കുന്നു എന്നാണ് ഈ വന്ദന ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഓർത്തു നോക്കുക, ഭാരതത്തിന്റെ ഋഷി പാരമ്പര്യത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വന്നു പിറന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഗുരു ഭാരതത്തിന്റെ ഗുരുകുലത്തെ മൊത്തം വന്ദിക്കുന്നതായ ഒരു ശ്ലോകം ഇത്രമാത്രം താത്വികമായി സൈദ്ധാന്തികമായി പ്രതിപാദിച്ചിട്ടുണ്ടോ, സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. അപ്പൊ അങ്ങനെ ഒരു മഹത്തായ സംസ്കാരത്തിന്റെ, മഹത്തായ പാരമ്പര്യത്തിന്റെയും ഉടമകളായി മാറാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ശ്രീനാരായണ ഗുരുവിനെ ഗുരുവായി സ്വീകരിക്കുന്നവരെല്ലാം. ശ്രീനാരായണ ഗുരുദേവനെ ഗുരുവായി സ്വീകരിക്കുന്നവരെല്ലാം ഇതിനുള്ള മഹത്തായ ഒരു ഭാഗ്യം ലഭിച്ചവരാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാനിത് ഈ ഒരു ശ്ലോകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ കുറച്ചു കാലമേ ആകുന്നു. എനിക്കിങ്ങനെ നിരന്തര നിരീക്ഷണം നമ്മുടെ ഗുരുവിന്റെ കൃതികളുമായിട്ട് എനിക്കുണ്ട്. നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഓരോ വാക്കുകളിലും അർത്ഥങ്ങളിലും അക്ഷരങ്ങളിലും അക്ഷരങ്ങളുടെ ഇടയിലെ ആ വിടവുകളിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞാന് ഈ കഴിഞ്ഞിടയ്ക്കാണ് ഈ ഒരു കൃതി, ഈ ഒരു വന്ദന ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്കൊന്ന് കടന്നു പോയത്. അതിന്റെ അർത്ഥം ഇങ്ങനെയല്ല, നമുക്ക് ഒട്ടേറെ പറഞ്ഞു തീർക്കാനുണ്ട്. അപ്പൊ അത്രമാത്രം ഗൗരവമായ ഒരു മഹത്തായ പാരമ്പര്യം ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് കണ്ടെത്തി അതിനെ ഉജ്ജ്വല ശോഭയോടെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നാം ഏവരും കടപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ കർമ്മമാണ്. അത് നാം ഏറ്റെടുക്കേണ്ട കാലമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ ഒരു പഠനം ഇവിടെ ആരംഭിക്കുക, നമ്മുടെ സൂനജ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സമൂഹം ഇന്ന് വളരെയേറെ ശ്രീനാരായണ ദർശനത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ലോകത്ത് ഏതൊരു ജനതയും അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് പരിഹാരമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമോ ഒരു ദർശനമോ ആയിട്ട് ശ്രീനാരായണ ദർശനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ മഹിമയും അതിന്റെ തേജസ്സും
നമ്മുടെ നാട്ടിൽ ഇരുള് മൂടി പോകുന്നു എന്നുള്ളതാണ് ഒരു വലിയ വൈപരീത്യം. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇതിന്റെ താത്വിക വശങ്ങളെ, സൈദ്ധാന്തിക വശങ്ങളെ, ഇതിന്റെ പ്രായോഗിക വശങ്ങളെ ഒക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നഷ്ടം ശ്രീനാരായണ ഗുരുവിനായിരിക്കില്ല. ഒരിക്കലും ശ്രീനാരായണ ഗുരുവിനോ ഗുരുവിന്റെ പ്രസ്ഥാനങ്ങൾക്കോ നഷ്ടം സംഭവിക്കില്ല. ഈ സംഭവിക്കാൻ പോകുന്നത് നമ്മെ പോലെയുള്ള ഒരു വിഭാഗം ആൾക്കാർക്കാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അതിലൂടെ ഈ നാടിനാണ്, ഈ ദേശത്തിനാണ്, ഈ രാഷ്ട്രത്തിനാണ്, ഈ ലോകത്തിനാണ്. കാരണം ഇതൊക്കെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ലോക ചരിത്രം വരെ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതിലേക്ക് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമല്ല. പിന്നെ ദർശനമാലയുടെ 2ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ നടക്കുന്നത്. 1ാമത്തെ ക്ലാസ്സിൽ ദർശനമാലയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഭഗവത്ഗീതയ്ക്ക് ശേഷം 5000 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രകരണ ഗ്രന്ഥം ലോകത്തിന് സമർപ്പിച്ച മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവത്ഗീത 18 അധ്യായത്തിലൂടെ ഈ അദ്വൈത സിദ്ധാന്തത്തെയും വൈദിക പാരമ്പര്യത്തെയും അവതരിപ്പിക്കുമ്പോൾ വെറും 10 അധ്യായത്തിലൂടെ ശാസ്ത്രയുക്തമായി, ശ്രുതിയുക്തമായി, കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെട്ട് ഒരു ഗ്രന്ഥം ആയിട്ട് നമുക്ക് തരികയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അത് അധ്യാരോപ ദർശനം മുതൽ നിർവാണ ദർശനം വരെയുള്ള 10 അധ്യായങ്ങളിലൂടെ വ്യക്തമായും ഈ വേദാന്ത ശാസ്ത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഉദാത്തമായ ഒരു കൃതിയാണ്. 1000 വർഷത്തിന് അല്ല, ഒരു 5000 വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ഗുരു ഇപ്രകാരമുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വ്യക്തമായി ആരുടെ മുമ്പിലും വിളിച്ചു പറയാനുള്ള ഒരു അറിവ്, ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ഭാരതത്തിലെ ഋഷിമാര്, ഗുരുക്കന്മാരുടെ ഒക്കെ തന്നെ സൃഷ്ടികളെ നമ്മൾ പിന്നെ അങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയ്ക്ക് കാരികകൾ എഴുതുകയും അതിന് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും സന്യാസിമാരെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഭഗവത്ഗീതയ്ക്ക് സമാനമായ ഒരു ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ദർശനമാലയുടെ പ്രാധാന്യം. ഈ ദർശനമാല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പ്രാപ്തനാണോ, യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത്രമാത്രം ഒന്നും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. സത്യം അതാണ്. കാരണം അത് ഒരു ജന്മം കൊണ്ട് പഠിച്ചാൽ പോലും തീരാത്ത വിധത്തിൽ അതിന്റെ ആ മൂല്യങ്ങൾ കിടക്കുകയാണ്. ദർശനമാലയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതാൻ നടരാജ ഗുരുവിന് വർഷങ്ങളോളം, 10-25 വർഷങ്ങളോളം തപസ് ചെയ്യേണ്ടി വന്നു. ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്ന് പറയുന്ന ആ ഗ്രന്ഥം എഴുതി സമർപ്പിച്ചപ്പോഴേ അതിന് 2000-ഓളം പേജുകളുണ്ട്. ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്നിവിടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ 10 അധ്യായങ്ങളുടെ ആശയം ഒന്ന് വിശദീകരിച്ചു വന്നപ്പോൾ 2000-ഓളം പേജുകൾ കിടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആഴമുള്ള ഒരു സമുദ്രമാണ്. ഈ സമുദ്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് തള്ളിയിടുക എന്നുള്ളത് മാത്രമാണ് എന്റെ ചുമതല. നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോൾ ആധികാരികമായി, താത്വികമായി, സൈദ്ധാന്തികമായി, ദാർശനികമായി ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ സന്യസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം ഇത് അറിയേണ്ടതുണ്ട്. ഇത് അറിയുമ്പോൾ മാത്രമാണ് ഗുരുവിന്റെ സന്ദേശങ്ങൾ, ഗുരുവിന്റെ ദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത് നമ്മുടെ ചിന്തയെയും നമ്മുടെ കർമ്മത്തെയും ഒക്കെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏതാണ്ട് ബലൂൺ പോലെയുള്ള ഊതി വീർപ്പിച്ച ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ പോകും. അതിന്റെ അകത്തൊന്നുമില്ല, അന്തസാരം അകത്തൊന്നുമില്ലാത്തൊരു പൊള്ളയായ മനുഷ്യനായിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മുടെ ആന്തരിക ക്ഷേത്രം ഈശ്വരീയമായ അറിവുകളെ കൊണ്ട് നിറയ്ക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ഒരു ക്ഷേത്രമാണെന്നറിയുക. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നത് സർവേശ്വരനാണെന്ന് അറിയുക. ആ സർവേശ്വര ചൈതന്യത്തെ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കിക്കൊണ്ട് ദരിദ്രരെ വീണുവണങ്ങി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഈ യാത്രയ്ക്ക് നമ്മളെ പ്രാപ്തരാകുന്ന ശാസ്ത്ര ഗ്രന്ഥമാണ് ദർശനമാല എന്നുകൂടി വീണ്ടും ഞാൻ ആവർത്തിച്ചൊന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് സമയം നിങ്ങൾ വരാൻ വൈകിയത് കൊണ്ടും ഒക്കെ ഒരു അല്പസമയം എടുക്കുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ശ്ലോകത്തിൽ, 1ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? അധ്യാരൂപ ദർശനത്തിന്റെ 1ാമത്തെ ശ്ലോകം എന്താണ്? ആസീദഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകം തുടങ്ങിയത്.
ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഞാനത് പറഞ്ഞു തന്നിരുന്നു. അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എല്ലാവരും പൂട്ടി വെച്ചിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ അവസാനം പറഞ്ഞാൽ മതി, ഞാനത് ചോദിക്കുകയും ചെയ്യും. ഞാനത് പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊരു ചിത്രത്തിൽ എന്നതുപോലെ ഒരു ചിത്രകാരൻ തന്റെ ചിത്രങ്ങൾ എഴുതി ഒരു ക്യാൻവാസിലേക്ക് ആലേഖനം ചെയ്തതിനു ശേഷം അതിങ്ങനെ മടക്കി ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ഉം അത് ഒരു സങ്കല്പത്തിൽ എന്നതുപോലെ അത് നമ്മളെ ഒന്ന് നിവർത്തി കാണിച്ചപ്പോൾ കണ്ട ചിത്രങ്ങളുടെ ഒരു സമാഹാരം പോലെ ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുകയായിരുന്നു. ഇത് ആ ബ്രഹ്മം എന്ന് പറയുന്ന ആദിമ ചൈതന്യത്തിന്റെ ശക്തിയാൽ ഉണ്ടാകുന്ന മായക്കാഴ്ചകളാണ് ഈ പ്രപഞ്ചം എന്നുകൂടി നാം അന്ന് പറഞ്ഞത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ശ്ലോകം. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനായും അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളും കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ 3 ക്ലാസ് ആണ് നടക്കുന്നത്. 3 ക്ലാസ് നടക്കുമ്പോൾ, 3 പഠനം നടക്കുമ്പോൾ 3 പഠനത്തിന്റെയും നോട്ട് എഴുതുന്നത് പ്രത്യേകം ആയിരിക്കണം. ഒരു കണ്ടിന്യൂറ്റി തുടർച്ച ഉണ്ടായിരിക്കണം. എല്ലാം കൂടെ കൂടിക്കലർന്ന് എഴുതാൻ പാടില്ല. ഓരോ ക്ലാസിന്റെയും 4-5 പേജ് ഇടവിട്ട് വേണം ആ ക്ലാസിന്റെ നോട്ടുകൾ എഴുതി, കുറിപ്പുകൾ എഴുതി പോകാൻ. അപ്പോഴേ നമുക്ക് വായിക്കുന്നതിനകത്ത് ഒരു തുടർച്ച കിട്ടുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ ഇങ്ങനെ എഴുതി ഓരോ പേജിലും കണ്ടിന്യൂസ് ആയിട്ട് താഴെ എഴുതി 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 അങ്ങ് പോകാൻ പാടില്ല. ഈ 3 ക്ലാസ്സിനും 3 പാർട്ടായിട്ട് നിങ്ങൾ എഴുതി എടുത്ത് സൂക്ഷിച്ചു പോകണം. അപ്പോൾ മാത്രമേ ഇത് നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടുകയുള്ളൂ. ഇനി എന്താണ് രണ്ടാമത്തെ ശ്ലോകം എന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ശ്ലോകം വാസനാമയമേവാദ വാസീദിതമധ പ്രഭു അസൃജന്മായ മായാവീവാഖിലം ജഗത്ത് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ശ്ലോകം. നമ്മൾ ഒരുമിച്ച് ചൊല്ലാൻ നിന്നാൽ ചിലപ്പോൾ സമയം ഒട്ടേറെ പോകുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ചൊല്ലണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ഇത് ആവർത്തിച്ച് ചൊല്ലണം. ഇതിന്റെ ആലാപനമാണ്, പാരായണമാണ് നമ്മളെ ഇതിനെ കൂടുതൽ നമുക്ക് ആകർഷകമാക്കി തീർക്കുന്നത്. ഇനിയും രണ്ടാമത്തെ ശ്ലോകം, അതിനെ എങ്ങനെ പദച്ഛേദം ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കും. ആദൗ വാസനാമയം ഏവ ആദൗ. ആദൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക. ആദൗ എന്ന് പറയുന്ന പദം നിങ്ങൾ എഴുതുക. അതിന്റെ താഴെയായിട്ട് ഇദം എന്ന് പറയുന്ന വാക്ക് എഴുതുക. അതിന്റെ താഴെയായിട്ട് വാസനാമയം എന്ന വാക്ക് എഴുതുക. അതിനുശേഷം ആസീത് ഏവ, ആസീത് ഏവ. സംശയം ചോദിക്കേണ്ടവര് കൃത്യമായിട്ട് അവരവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. ആസീത് ഏവ അധ, പിന്നീട് എഴുതുക അധ പ്രഭു. അടുത്തത് പ്രഭു എഴുതുക. അതിന്റെ താഴെയായിട്ട് മായാവി ഇവ എന്നെഴുതുക. അതിന്റെ താഴെയായിട്ട് സ്വസ്യ മായയ എന്നെഴുതുക. അതിന്റെ താഴെയായിട്ട് അഖിലം ജഗത്ത് എന്നെഴുതുക. അതിന്റെ അടിയിൽ അസൃജത്ത് എന്നെഴുതുക. അസൃജത്ത് എന്നെഴുതുക. ഇനി ഈ പറഞ്ഞ ഇത്രയും വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരും ക്രമമായിട്ട്, മേളിൽ നിന്ന് താഴേക്ക്. അതും എഴുതിയെടുക്കണം. രണ്ടാമത്തെ ആദൗ എന്നത് എന്താണ്? ആദൗ, ആദൗ എന്ന് പറയുന്നത് നാമരൂപങ്ങളായി വേർതിരിയുന്നതിന് മുൻപ് എന്നർത്ഥം എഴുതുക. നാമരൂപങ്ങളായി വേർതിരിയുന്നതിന് മുൻപ്. എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത് അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് എഴുതുക. കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് എഴുതുക. വാസനാമയം എന്ന് പറഞ്ഞാല് വാസനാമയമായി,
എന്നെഴുതുക. ഇനി ആസീദേവ. ആസീദേവ സ്ഥിതി ചെയ്തിരുന്നു തന്നെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആസീത ഏവ സ്ഥിതി ചെയ്തിരുന്നു തന്നെ. അധ എന്നതിന്റെ അർത്ഥം അനന്തരം, പിന്നീട്, അനന്തരം. പ്രഭു, പ്രഭു എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സർവജ്ഞനായ ഈശ്വരൻ. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിക്കണം പ്രകർഷേണ ഭവിക്കുന്നവൻ, ഭവിപ്പിക്കുന്നവൻ ആരോ അവൻ. പ്രഭു പ്രകർഷേണ ഭവിപ്പിക്കുന്നവൻ ആരോ അവൻ എന്നുകൂടി എഴുതിക്കൊള്ളുക. പിന്നീട് എഴുതിയത് മായാവി ഇവ എന്നാണ്. ചോദിക്കണമെന്നുള്ളവര് അവരവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. മായാവി ഇവ ഒരു ഐന്ദ്രജാലികനെ പോലെ, ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ, മായാവി ഇവ. ഇനി അടുത്ത സ്വസ്യമായ എന്നുള്ളത് തന്റെ ശക്തിയായ മായയെ സമാശ്രയിച്ചുകൊണ്ട്. സ്വസ്യമായ തന്റെ ശക്തിയായ മായയെ സമാശ്രയിച്ചുകൊണ്ട്. അഖിലം ജഗത്ത് എന്നുള്ളതിന്റെ അർത്ഥം മുഴുവൻ പ്രപഞ്ചത്തെയും. അസൃജത്ത്, അസൃജത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ടാക്കി, അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് നാമരൂപങ്ങളാക്കി വേർതിരിച്ചു എന്നോട് എഴുതാം. അസൃജത്ത് എന്ന് പറഞ്ഞാല് ഉണ്ടാക്കി, ഉണ്ടാക്കി എന്നുള്ളതാണ്. സൃഷ്ടിച്ചു, ഉണ്ടാക്കി. അസൃജത്ത് ഉണ്ടാക്കി. കോമ ഇട്ടിട്ട് എഴുതിക്കൊള്ളുക നാമരൂപങ്ങളാക്കി വേർതിരിച്ചു. ഇതാണ് ആദ്യത്തെ, രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദാർത്ഥം അതാണ്, അന്വയാർത്ഥം അതാണ്. ഇവിടെ ആദ്യത്തെ ശ്ലോകം ആദൗ എന്ന് പറയുന്ന ആ വാക്ക് ഞാൻ എന്റെ അർത്ഥം നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ് ആദൗ എന്നൊരു പ്രയോഗം ഇവിടെ ചെയ്തിരിക്കുന്നത്? ആദിയിൽ, ആദിയിൽ. അപ്പൊ ഈ ആദിയിൽ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ അറിവിനെ, നമ്മുടെ ജ്ഞാനത്തെ ഓർക്കുക, നമ്മുടെ ആത്മാവിലെ ഒക്കെ നമ്മൾ നോക്കുക, നമ്മളെ നാം നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, ഒരു സാധകനെ ഒരു പരമാർത്ഥ ജ്ഞാനത്തിലേക്ക്, സത്യ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു യാത്രയാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു തയ്യാറെടുപ്പും അതിന്റെ ഒരു പരിശീലനമാണ് ഇവിടെ നടക്കുക. അപ്പം അങ്ങനെയുള്ള ഒരുവൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ആരാണ് ഇതിന്റെ സൃഷ്ടികർത്താവ് എന്നൊക്കെ ഉള്ളതാണ് അവിടുത്തെ ചോദ്യത്തിന്റെ ആദ്യത്തെ രൂപം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഉള്ള ഒരു ബോധം, ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞത്, നീ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് പോയി പ്രപഞ്ചത്തെ എല്ലാം പഠിക്കാൻ പോകണ്ട, നീ നിന്നെ തന്നെ പഠിച്ചാൽ മതി. ആത്മജ്ഞാനമാണ് നിനക്ക് ഈ അറിവിലേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ പോകുന്ന ജ്ഞാനം. അതുകൊണ്ട് നാം ഇവിടെ പറയുന്നത് എന്താണ്? വാസനാമയമേവാദ വാസീതിതമത പ്രഭു. ഈ പ്രപഞ്ചം, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളിൽ ആ ബോധമുണ്ടായി, അറിവുണ്ടായതിനു ശേഷം ആദ്യമായി നാം കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണുക? നാമരൂപങ്ങളായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന അനവധി ചരാചരങ്ങൾ, എണ്ണമറ്റ ചരാചരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നാം കാണുന്നത്. അപ്പോഴാണ് നാം ചോദിക്കുന്നത്, ഇത് ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ പ്രസക്തി എവിടെ മാത്രമേ, അതിന്റെ അതിരെവിടെയാണ്? നമ്മിൽ ബോധം വന്ന് അങ്കുരിച്ചതിന് ശേഷം മാത്രമാണ് നാം ഈ ചോദ്യം ചോദിക്കാൻ പ്രാപ്തരാകുക. അപ്പോഴെന്താണ് നമുക്ക് തോന്നുക? നമുക്ക് തോന്നുക, ഒരു ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ അനവധി ചിത്രങ്ങൾ വരച്ചിട്ടതിന് ശേഷം അത് കാണാനായി ഒരുത്തൻ കടന്നു വന്നു കഴിയുമ്പോൾ ആ ക്യാൻവാസ് തുറന്നു കാണിക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ കൊണ്ട് ആ ക്യാൻവാസ് നിറഞ്ഞിരിക്കുന്നതായിട്ട് അവന് തോന്നുന്നു. എന്നതുപോലെ ഈ പ്രപഞ്ച സൃഷ്ടികർത്താവായിരിക്കുന്ന ആ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ ഒരു ചിത്രരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു.
ഈ മണ്ണും മിണ്ണും ആകാശവും പുഴുക്കളും പുഴകളും നദികളും എന്ന് വേണ്ട ഹിമ ശൈലങ്ങളും ഇതൊക്കെ ഇവിടെ മുൻകൂട്ടി ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയിൽ ഈ ബോധം വന്ന് അങ്കുരിച്ചതിന് ശേഷം ഇത് കാണാൻ ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം തന്നെ ഇവിടെ പൂർണ്ണമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചിത്രകാരൻ തന്റെ ക്യാൻവാസിൽ ഈ ചിത്രങ്ങളെല്ലാം ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഇത് മൊത്തവും ഇവിടെ സൃഷ്ടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. അത് അവിടെ എങ്ങനെയാണ് നിലനിന്നത്? നാമരൂപങ്ങളായി വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ ചിത്രത്തിൽ എന്നതുപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് ഇവിടെ ഇങ്ങനെ വിരാജിക്കുകയായിരുന്നു. അപ്പൊ ഇതെന്താണ്? ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്താണ്? വാസനാമയമാണ്. വാസന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. എന്താണ് വാസന എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിൽ സങ്കല്പ രൂപത്തില് മറഞ്ഞു കിടക്കുന്ന ആഗ്രഹങ്ങളെയാണ് വാസന എന്ന് പറയുക. നമ്മുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ മറഞ്ഞു കിടക്കുന്നതിനെയാണ്, ആഗ്രഹങ്ങൾ മറഞ്ഞു കിടക്കുന്നതിന്, സങ്കല്പങ്ങള് ആഗ്രഹ രൂപത്തില് മറഞ്ഞു കിടക്കുന്നതിനെയാണ് വാസന എന്ന് പറയുക. ഈ ആഗ്രഹങ്ങൾ സങ്കല്പ രൂപത്തിൽ മറഞ്ഞു കിടക്കുന്നത് നമ്മുടെ പൂർവികമായ വാസനയാണ്. ഈ വാസന നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വാസന നമ്മുടെ ഈ വർത്തമാന കാലത്തിന്റെ സമ്പാദ്യമല്ല. ഈ വാസന നമ്മുടെ പൂർവ്വകാലത്തിന്റെ സമ്പാദ്യമാണ് ഈ വാസന എന്ന് പറഞ്ഞാൽ, ഈ നിമിഷം മുതൽ പുറമോട്ട് നമ്മൾ ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അനവധി ദിവസങ്ങളും ദിനരാത്രങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും കഥകൾ നമുക്ക് കാണാൻ കഴിയും. ഇത് അങ്ങോട്ട് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഈ വാസനയുടെ സഞ്ചി നാം ശേഖരിക്കാൻ തുടങ്ങിയത് അനവധി ജന്മങ്ങളിലൂടെ നാം നമ്മുടെ ആത്മാവിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സങ്കല്പങ്ങളുടെ ഒരു ഭാണ്ഡവുമായിട്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം ഈ വാസനകൾ നമ്മളിൽ മറഞ്ഞു കിടന്നിരുന്നു. ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള, അനുഭവിക്കാനുള്ള, തിരിച്ചറിയാനുള്ള വാസനകൾ സങ്കല്പ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. ഇത് ഈ ആഗ്രഹമാണ് വാസനയാകുന്നത്. പൂർവാർജിതമായ കർമ്മങ്ങളുടെ വാസനയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കും. ഇത് സങ്കല്പ രൂപത്തിലാണ് ഇത് പൊങ്ങി വരുന്നത്. അപ്പൊ ഈ സങ്കല്പം പൊന്തി വരാനുള്ള അവസരം കിട്ടുമ്പോൾ നാം ഈ സങ്കല്പങ്ങളെ വാസന എന്ന് പറയുന്ന ഈ നിയമത്തിലൂടെ നാം അറിയുന്നതിനെയൊക്കെ തന്നെയും സത്യത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കാണുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ, അനുഭവ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇത് യാഥാർത്ഥ്യമായി നമുക്ക് തോന്നും. അതുവരെയും നമ്മുടെ ആഗ്രഹങ്ങളായി, സങ്കല്പങ്ങളായി നമ്മിൽ തമസ്കരിക്കപ്പെട്ടിരുന്ന, ആവരണം ചെയ്തിരിക്കുന്ന സങ്കല്പങ്ങളായിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ വാസന എന്ന് പറയുക. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ഈ പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുമ്പോൾ, നമ്മുടെ ശാസ്ത്രബുദ്ധിയിലൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു അണുവിൽ നിന്ന് ഭീമാകാരമായ ജീവിയിലേക്കുള്ള പരിവർത്തന ദിശയെക്കുറിച്ചൊന്നും ഇവിടെ നമ്മുടെ പൂർവികന്മാർ നമ്മോട് പറയുന്നില്ല. വെള്ളത്തിൽ ജനിച്ച ഒരു അമീബയിൽ നിന്ന്, ഏകകോശ ജീവിയിൽ നിന്ന് ഇതിങ്ങനെ വളർന്നു പരിണമിച്ച് ഈ ലോകം പരിണമിച്ച് പരിണാമത്തിന്റെ പ്രക്രിയയിലൂടെ ഈ ലോകം ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്നല്ല ഭാരതത്തിന്റെ ശാസ്ത്രം നമ്മോട് പറയുക. ഇവിടെ വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവത്തിന്റെ, അനുഭൂതിയുടെ ഭൂമിക്ക്, ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വന്നതുപോലെയാണ് പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തികളിലെയും സങ്കല്പത്തിൽ ലയിച്ചു നിൽക്കുന്ന ഒരിടമാണിതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം കിടന്നുറങ്ങുമ്പോൾ ഒരു വേറൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാറുണ്ട്. അവിടെ കാണുന്നത് അനവധി സങ്കല്പങ്ങളുടെ ഒരു നിറഞ്ഞാടലാണ് അവിടെ കാണുന്നത്. വാസനാരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നതായ അനവധി സങ്കല്പങ്ങൾ ഉണർന്ന് വരുന്നതാണ് നമ്മുടെ സ്വപ്നം. എന്നതുപോലെ ആ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് ഉണർന്നു വരുമ്പോൾ നാം വീണ്ടും വേറൊരു സ്വപ്ന ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചം അതുപോലെ നിലനിൽക്കുന്നു. നാം ഒന്ന് ആലോചിച്ച് നോക്കുക. നാമും നമ്മുടെ പൂർവികരും കണ്ട അതേ പ്രപഞ്ചം തന്നെയാണ് ഇപ്പോഴും. 5, 10, 50, 100, 1000 തലമുറകൾക്ക് മുമ്പ് ഈ മണ്ണും വിണ്ണും ആകാശവും ഭൂമിയും ഒക്കെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം ഇപ്പോഴും. ഇപ്പൊ നമ്മുടെ ശാസ്ത്രം നമ്മൾ പറയുന്നത് 1000 കോടി, 2000 കോടി, ലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പും ഈ ഭൂമി ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും, ഇപ്പം ഗുജറാത്തിലെ ഫോസിലുകൾ കണ്ടെത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മാറ്റമൊന്നുമില്ല.
യഥാർത്ഥത്തിൽ കുറെ റോഡുകളും കുറെ കെട്ടിടങ്ങളും കുറെ പിന്നെ എന്താണ് വാഹനങ്ങളും ഒക്കെ പുതിയതായി ഉണ്ടായി എന്നുള്ളതല്ലാതെ ഈ പ്രപഞ്ചത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഒരു ചിത്രകാരൻ വരച്ചു വെച്ച ചിത്രം പോലെ അത് അന്നും ഇന്നും ഒന്നായി തന്നെ നിലനിൽക്കുന്നു. ആ ക്യാൻവാസിലേക്ക് പിന്നീട് വന്ന ചിത്രകാരന്മാർ വല്ല വല്ല ഛായവും വല്ല നിറവും ചാർത്തിയിട്ടുണ്ടോ, അതിനെയൊന്ന് പരിവർത്തനപ്പെടുത്തിയിട്ടുള്ളോ എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഈ പ്രപഞ്ചം ആദിമ സൃഷ്ടിയിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇന്നും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതാരാണ് സൃഷ്ടിച്ചത്? ഒരു മായാവിയെ പോലെ ആ പരമാത്മാവിന്റെ ശക്തിയിലുണ്ടായ സ്പന്ദനത്തിന്റെ ഫലമായിട്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ പലതായി നമ്മുടെ മുന്നിൽ വന്ന് കാണുകയാണ്. അപ്പൊ അങ്ങനെയാണ് നാമരൂപങ്ങളായി ഇതെല്ലാം വേർതിരിയുന്നത്. ഈ പ്രപഞ്ചം വാസനാമയമായി നമ്മളിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഈശ്വരനാണ് ഇതിനെ ഒരു ചിത്രത്തിൽ നിന്ന് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. അവിടെ ഈശ്വര മഹിമയെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അതിനൊരു വേദാന്തത്തിൻ്റെതായ ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് അനുഭൂതി ദിശയിലാണ് നമുക്ക് ഈ ദർശനത്തെ നമുക്ക് സാധൂകരിക്കാൻ കഴിയുക. ഒരു തപസ്വിയായ ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് തന്റെ ഉള്ളിലേക്ക് ഗവേഷണം നടത്തിയിട്ട് തന്റെ അന്തരാത്മാവിൽ തെളിഞ്ഞു വരുന്നതായ ശാസ്ത്ര രഹസ്യങ്ങളിലൂടെയാണ് ഇതിനെ നമുക്ക് തെളിയിച്ചു തരിക. അതുകൊണ്ട് ഇത് വാസനാമയമാണ് ഈ പ്രപഞ്ചം. നമ്മുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടന്നിരിക്കുന്ന സങ്കല്പങ്ങളുടെ യാഥാർത്ഥ്യവൽക്കരണമാണ് നാം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും പ്രഭവിപ്പിക്കാൻ കഴിവുള്ളതായ പ്രഭുവിന്റെ ആ ഒരു സങ്കല്പം മാത്രം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇപ്രകാരം നിലനിൽക്കുന്നത്. ഇതൊരു ഇന്ദ്രജാലക്കാരനെ, ഒരു മജീഷ്യനെ പോലെയാണ്. തന്റെ തൊപ്പിയിൽ നിന്നും ഒരു വടിയെടുത്ത് കാണിക്കുന്നത് പോലെ, ഒരു പ്രാവിനെ പറപ്പിക്കുന്നത് പോലെ ഒരു സങ്കല്പം മാത്രം നിമിഷം കൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ വിശ്വസിക്കേണ്ടത്. ഇതിന് എന്താണ് ശാസ്ത്രീയമായ ഒരു സാധൂകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതിക ശാസ്ത്രത്തിൽ ഇതിനൊരു ഒരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇത് കൃത്യമായും ആനുഭൂതികമായ ഒരു ആന്തരികമായ ആനുഭൂതികമായ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് മാത്രമാണ്. ഈ സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന, അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതായ, തന്റെ തപസ്സിലൂടെ, ധ്യാനത്തിലൂടെ, സമാധിയിലൂടെ, തന്റെ ബോധോദയത്തിലൂടെ ഈ പ്രപഞ്ച രഹസ്യം എന്തെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഗുരുവിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ആ വഴിയിലൂടെ മുന്നേറി കഴിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ശാസ്ത്രത്തെ വിശ്വസിക്കാനും അനുഭവ തലത്തിലെത്തിക്കാനും കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് ഒരു മായാവിയുടെ, ഒരു ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാല പ്രകടനം പോലെ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയായി പോകുന്നതാണ് എന്ന് നമ്മൾ പഠിക്കുക. ഈ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് നമുക്ക് ഇത്ര മാത്രമാണ് പറയാൻ കഴിയുക. ഇത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒട്ടേറെ പോകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അങ്ങോട്ട് പോകണ്ട. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനമധവൈസ്വതഃ ബീജാദാങ്കുരവത്സ്വസ്യ ശക്തിരേവാസൃജൽ സ്വയം. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. അതിന്റെ ആ പദച്ഛേദം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അത് നിങ്ങൾ കേട്ട് എഴുതുക. ഇതം, ആ വാക്കുകൾ ആദ്യം എഴുതി താഴെ താഴെ എഴുതി പോവുക. ഇതം. അടുത്തത് എഴുതേണ്ടത് ഉത്പത്തേ പ്രാക്. ഇത് അക്ഷരം നിങ്ങൾക്ക് സംസ്കൃതമാണ്. അത് എഴുതുമ്പോഴേ തെറ്റുകളൊക്കെ വരാം, കുഴപ്പമില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത്. അത് വെറുതെ നമ്മൾ എഴുതി വെച്ചാൽ മതി. ഉത്പത്തേ പ്രാക് താഴെ എഴുതുക. അതിന്റെ താഴെ സ്വസ്മിൻ എന്ന് എഴുതുക. അതിന്റെ താഴെ വിലീനം ആസീത എന്ന് എഴുതുക. അതിന്റെ താഴെ അധവൈ എന്ന് എഴുതുക. അതിന്റെ താഴെ സ്വതഹ എന്ന് എഴുതുക. സ്വതഹ എന്ന് എഴുതുക. അതിന്റെ താഴെ
ബീജാത് അങ്കുരവത്. ബീജാത് അങ്കുരവത് എന്നെഴുതുക. അങ്കുരവത്. ബീജാത് അങ്കുരവത്. സ്വസ്യ ശക്തി ഏവ. അടുത്തത് എഴുതണം. സ്വസ്യ ശക്തി ഏവ. സ്വയം എന്ന് വെച്ചാൽ തന്നെത്താൻ. അസൃജത്ത് സൃഷ്ടിച്ചു. ഇനിയും ഇതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നാണ് ഇതം എന്ന് പറഞ്ഞാൽ ഉള്ളത്. അതിന്റെ അർത്ഥം അതാണ്. ഇതം ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബ്രാക്കറ്റിൽ ഇരിക്കണം പ്രകർഷേണ പഞ്ചനം ചെയ്യപ്പെട്ടത്. പ്രപഞ്ചം എന്നുള്ളതിന്റെ അപ്പുറത്തൊരു ബ്രാക്കറ്റില് പ്രകർഷേണ പഞ്ചനം ചെയ്യപ്പെട്ടത് എന്ന് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേക്കുക. എന്ന് വെച്ചാല് പ്രകർഷത്താൽ നിർമ്മിക്കപ്പെട്ടത്, സംയോഗിക്കപ്പെട്ടത്, ജനിക്കപ്പെട്ടത്, ഉത്ഭവിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒത്തിരി അർത്ഥം അതിനുണ്ട്. ഉത്പത്തേ പ്രാക്. ഇനി അടുത്തത് ഉത്പത്തേ പ്രാക് എന്ന് പറഞ്ഞാല് പൊന്തി വരുന്നതിന് മുമ്പ്. പൊന്തി വരുന്നതിന് മുൻപ്. പൊന്തി വരുന്നതിന് മുൻപ്. സ്വസ്മിൻ. അടുത്തത് സ്വസ്മിൻ. അതിന്റെ തന്നിൽ അഥവാ ബ്രഹ്മത്തിൽ. തന്നിൽ അഥവാ ബ്രഹ്മത്തിൽ എന്നാണ് സ്വസ്മിൻ. ഇവിടെ നാം ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണം. പരമേശ്വരനെന്നും സ്വസ്മിനെന്നും ഈശ്വരനെന്നും ഒക്കെ പറയുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ കാണുന്നതായ മൂർത്തി സങ്കല്പത്തിൽപ്പെട്ട ഒരു ദേവതയും നിങ്ങൾ കാണാൻ പാടില്ല. അത് ആ പരബ്രഹ്മമൂർത്തിയെയാണ് നമ്മൾ ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. മഹാപരബ്രഹ്മമായിരിക്കുന്ന, നിർഗുണമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ നമ്മള് പരമാത്മാവെന്നും പരമേശ്വരനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ബ്രഹ്മമാണ്. നിങ്ങൾക്ക് ഓർമ്മ എന്ന് എനിക്ക് തോന്നുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിന് ഗ്രഹിക്കാനാകാത്തതും എന്നാൽ മനസ്സിനെ ഗ്രഹിക്കുന്നതും എന്താണോ അതാണ് ബ്രഹ്മം. മനസ്സിനെ ഗ്രഹിക്കാൻ പറ്റില്ല, നമ്മുടെ മനസ്സിന് പിടിതരുന്നതല്ല. എന്നാൽ മനസ്സിനെ പിടിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഓർത്തുകൊള്ളുക. അത് വളരെ സങ്കീർണമായ, അതിസൂക്ഷ്മമായ ഒരു ബുദ്ധി കൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഒരു അല്പമെങ്കിലും കാമ്പ് നമുക്ക് പിടികിട്ടൂ. മനസ്സിനെ ഗ്രഹിക്കാനാകാത്ത, നമ്മൾ എന്ത് ഗ്രഹിക്കണമെങ്കിലും മനസ്സുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ചായ എന്ന് പറയുന്നത് ഞാൻ എന്റെ മനസ്സുകൊണ്ടാണ് ഗ്രഹിക്കുന്നത്. ഈ ചായയുടെ ഗ്ലാസിനെയും അതിലെ വെള്ളത്തെയും ഞാൻ എന്റെ ഉള്ളിലേക്ക്, എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് എന്റെ മനസ്സിലിരിക്കുന്നതായ പൂർവ്വസ്മരണയുണ്ട്. ഗ്ലാസും വെള്ളവും ഇങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ഓർമ്മ നമ്മൾ അവിടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പൊ ആ മനസ്സിലേക്ക് ഈ ബിംബത്തെ അങ്ങോട്ട് പറഞ്ഞു അയച്ചിട്ട് മനസ്സ് അപ്പോൾ ഒരു തീരുമാനം എടുക്കും. അൻപലി, ഇതെന്താണ്? ഇത് ഒരു ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്, ഇത് നിനക്ക് കുടിക്കാൻ വേണ്ടിയിരിക്കുന്ന വെള്ളമാണ് എന്ന് പറയും. അപ്പോ മനസ്സിന് ഗ്രഹിക്കാൻ മാത്രമേ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കാൻ പറ്റൂ. പക്ഷെ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ മനസ്സിനാകില്ല. മനസ്സിനും അപ്പുറത്ത് നിൽക്കുന്നതാണ് ബ്രഹ്മം. എന്നാൽ ഈ ബ്രഹ്മത്തിനോ മനസ്സിനെ ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യും. മനസ്സിലായിക്കൊള്ളണം. അതുപോലെ തന്നെ ബ്രഹ്മത്തിന് വേറൊരു കാര്യം പറയുന്നുണ്ട്. വാഗിന്ദ്രിയത്തിന് പ്രകാശിപ്പിക്കാനാകാത്തതും. എന്താണ് വാഗിന്ദ്രിയത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയാത്തത്? നമ്മുടെ നാക്ക് കൊണ്ടോ മൂക്ക് കൊണ്ടോ കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ ഒന്നും തന്നെ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാനോ പരിചയപ്പെടുത്താനോ നമുക്ക് കഴിയില്ല. എന്നാൽ വാക്കിനെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ഇപ്പൊ എനിക്ക് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല, പരിചയപ്പെടുത്താൻ കഴിയില്ല, തൊട്ട് കാണിക്കാൻ കഴിയില്ല, രുചിച്ചു നോക്കാനൊക്കത്തില്ല. എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും അതിനെ കാണാനോ അനുഭവിക്കാനോ പറ്റൂല. അതിന് നമുക്ക് എന്ത് വേണം? ഇന്ദ്രിയാതീതമായ ഒരു അറിവ് നമുക്കുണ്ടാകണം. ഇന്ദ്രിയാതീതമായ, ഈ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം നിൽക്കുന്നതായ ഒരു അറിവിന്റെ തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും.
അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൂക്ഷ്മപദം പരിചയങ്ങളിൽ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ കടന്നു പോകുന്നത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളിലൂടെയാണ് നാം ഇന്ന് പോകുന്നത്, ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ദൈനംദിന ജീവിതം, നിരന്തര ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നത് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. നാം ഇന്ന് ഉണർന്നിരുന്ന് ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജാഗ്രത. അതിൽ നിന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ സ്വപ്നാവസ്ഥ. ആ സ്വപ്നാവസ്ഥയിൽ നിന്നും ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകും. ഈ മൂന്നവസ്ഥയ്ക്കും അപ്പുറത്തൊരവസ്ഥ നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയാം. അത് ഈ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്നതാണ്. ഇന്ദ്രിയാതീതമായ അനുഭവമാണ്, വാഗതീതമായ അനുഭവമാണ്. അതിനെയാണ് നമ്മൾ തുരീയം എന്ന് പറയുക. ഈ തുരീയാവസ്ഥയാണ് നിർവ്വാണം എന്ന് പറയുക. ഈ തുരീയാവസ്ഥയെ തന്നെയാണ് നമ്മൾ ബോധോദയം എന്ന് പറയുക. ഈ ബോധോദയത്തിൽ എത്തിക്കഴിയുമ്പോൾ നാം പരിചയപ്പെടുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം ബ്രഹ്മലോകമാണ്. അതാണ് ബ്രഹ്മം. അവിടെയാണ് നാം അറിയുന്നത്. ആ ആദിമമായ അറിവിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുക. ഇതൊക്കെ നമ്മള് മഹാഗുരുവിന്റെ വചനങ്ങളുടെ അന്തരാർത്ഥങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ചില വാക്കുകളൊക്കെ പ്രയോഗിച്ചു പോവുകയാണ്. കാരണം എനിക്ക് അതിന് പകരം വേറൊരു വാക്ക് പ്രയോഗിക്കാനുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ടാണ്. അതിനേക്കാൾ ലളിതമായ വാക്ക് പ്രയോഗിക്കാൻ എനിക്ക് കഴിയാത്തതുണ്ട്. അപ്പൊ ഇതാണ് ബ്രഹ്മം. അപ്പൊ ഈ ബ്രഹ്മം ഒരു സമാധി അവസ്ഥയിൽ ഒരു സാധകൻ കണ്ടെത്തുന്ന ആ പരമമായിരിക്കുന്ന ശക്തി സ്വരൂപം, ആ ബ്രഹ്മമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി വർത്തിക്കുക. ആ ബ്രഹ്മത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ നാനാവിധമായ ആയിരക്കണക്കിനായ ഗോചരമായിരിക്കുന്നതുമായ ചരാചരങ്ങളെ ഒക്കെയും സൃഷ്ടിച്ച് നിലനിർത്തി പോറ്റിപ്പോകുന്നത്. നമുക്ക് എന്ത് മാത്രം ചെയ്യാൻ മാത്രമേ കഴിയൂ? നാം ഈ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ പരമാത്മാവ്, ആ പരബ്രഹ്മ ആയിരിക്കുന്ന ശക്തി നിർമ്മിച്ച് സൃഷ്ടിച്ച് ഇവിടെ നിലനിർത്തിയിരിക്കുന്നതായ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞനുഭവിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാകൂ എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ കാമ്പ്. നിങ്ങൾ അങ്ങനെ അതിനെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചം എങ്ങനെയാണെന്ന്, ഉത്പത്തെ പ്രാഗ്, പൊന്തി വരുന്നതിന് മുമ്പ്, സ്വസ്മിൻ, തന്നിൽ അഥവാ ബ്രഹ്മത്തിൽ, വിലീനം, വേർതിരിക്കാൻ വയ്യാത്ത വിധത്തിൽ, വിലീനം ആസീതെന്ന് വെച്ചാൽ വേർതിരിക്കാൻ വയ്യാതെ ഏകീഭവിച്ചിരുന്നു എന്ന് എഴുതിക്കൊള്ളുക. വിലീനം ആസീത്, വേർതിരിക്കാൻ വയ്യാതെ ഏകീഭവിച്ചിരിക്കുന്നു, വിലീനം ആസീത്. അഥവൈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട്. സ്വതഹ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി തന്നെ. സ്വതഹ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി തന്നെ. ബീജാത് എന്ന് പറഞ്ഞാൽ ബീജാത് അങ്കുരവത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിത്തിൽ നിന്നും പൊടിപ്പന്നതുപോലെ. സ്വസ്യ ശക്തി ഏവ, അതിന്റെ അർത്ഥം തന്റെ അഥവാ ബ്രഹ്മത്തിന്റെ ശക്തി തന്നെ. സ്വയം എന്ന വാക്കിന്റെ അർത്ഥം തന്നെത്താൻ. അസൃജത്ത്, സൃഷ്ടിച്ചു. ആ വാക്കിന്റെ അർത്ഥം അതാണ്. അപ്പം ഈ പ്രപഞ്ചം ഇങ്ങനെ പൊങ്ങിക്കാടുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മത്തിൽ അഭിന്നമായി ഏകീഭവിച്ച് വർത്തിച്ചിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബ്രഹ്മത്തിൽ നമ്മളിത് പറഞ്ഞതിലൂടെ ഈ വിത്തിൽ നിന്നും ഒരു വൃക്ഷം അങ്കുരിച്ച് മുള പൊട്ടി പുറത്തേക്ക് വരുന്നത് പോലെ ഈ ബ്രഹ്മത്തിൽ ഇത് ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ പ്രപഞ്ചം. ഈ വിത്തിനകത്ത് ഒരു വൃക്ഷത്തെയോ ഒരു ചെടിയെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ ഈ ബ്രഹ്മം സ്വന്തം ശക്തി കൊണ്ട് ഇതിനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മശക്തിയുടെ ലീലാവിലാസങ്ങളാൽ ഇതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ മായയുടെ സ്പന്ദനം, ഈ ബ്രഹ്മത്തിൽ സ്പന്ദിച്ചുയരുന്ന ശക്തിക്കാണ് മായ എന്ന് പറയുന്നത്. ആദിമമായിരിക്കുന്ന ഈ ബ്രഹ്മശക്തിയിലെ ശക്തിയുടെ ആദി സ്പന്ദനത്തെയാണ് മായ എന്ന് പറയുക. മനസ്സിലാക്കണം. ഈ ബ്രഹ്മത്തിലെ ശക്തിയുടെ സ്പന്ദനത്തെയാണ് മായ എന്ന് പറയും. ഇപ്പൊ നമുക്ക് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങ് അകലെ മരുപ്പച്ച കാണുന്നത് പോലെ അതൊരു തോന്നലാണ്. എന്നതുപോലെ അതൊരു സ്പന്ദനമാണ്, നമ്മുടെ ബോധത്തിൽ വന്നുദിക്കുന്ന ഒരു സ്പന്ദനമാണ്. അവിടെ ഒരു ജലാശയമുണ്ട് എന്നൊരു പൂർവകൽപിതമായിരിക്കുന്ന വാസന നമ്മളിൽ ഉയർന്നു വരികയാണ്, സങ്കല്പം ഉയർന്നു വരികയാണ്. പൂർവകൽപിതമായ ഒരു സങ്കല്പം. പണ്ടെവിടെയോ നമ്മൾ മരുഭൂമിയിൽ
ഒരു പരിപ്പച്ച കണ്ടിരുന്ന ഓർമ്മ, ആ വാസന നമ്മളിൽ, ആ സങ്കല്പം നമ്മുടെ ഉള്ളിൽ അമർത്തപ്പെട്ടിരുന്നു. അത് സങ്കല്പം ആയി പുറത്തേക്ക് വരുന്നു. അത് ആ പൂർവികമായ വാസനയാണ് എന്നതുപോലെ, അതൊരു തോന്നലാണ് എന്നതുപോലെ, ഈ പ്രപഞ്ചമാകെ ഒരു വിത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും ആ വിത്തിൽ നിന്ന് ഒരു പൊടിപ്പുന്നത് ആ ബ്രഹ്മത്തിന്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ പ്രപഞ്ചമായി വിടർന്ന് വിരാജിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ സങ്കീർണമായ ഒരു പ്രപഞ്ച രഹസ്യം, സൃഷ്ടി രഹസ്യം ഒക്കെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇത് ഭഗവാന്റെ ആത്മവിലാസം എന്ന് പറയുന്ന കൃതി പോലെ, ദൈവചിന്തനം എന്ന് പറയുന്ന കൃതി പോലെ ഗദ്യമുള്ള ഗദ്യകൃതികൾ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒട്ടേറെ വിശദീകരണങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടെ നിങ്ങൾ കൂടെ വായിച്ചു പോവുക. അപ്പം ഇതാണ് പ്രപഞ്ചം ഇങ്ങനെ പൊന്തി കാണുന്നതിന് മുൻപ് ബ്രഹ്മത്തിൽ അഭിന്നമായി ഏകീഭവിച്ച് വർദ്ധിച്ചിരുന്നു. അനന്തരം സ്വാഭാവികമായി തന്നെ വിത്തിൽ നിന്നും പൊടിപ്പെന്ന പോലെ ബ്രഹ്മശക്തി തന്നെ തന്നെത്താൻ ഇതിനെ സൃഷ്ടിച്ചു അഥവാ വെളിപ്പെടുത്തി. അതാണ് ഈ പ്രപഞ്ചബോധം എന്നാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. ഇത് നിങ്ങള് എത്രമാത്രം നിങ്ങൾക്ക് പിന്നെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ എനിക്കറിയാം, മനസ്സിലായി ഇല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഇവിടെ നമ്മള് ഇത് പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, നാം ഇന്ന് അറിയപ്പെടുന്ന മഹാഗുരുവിന്റെ ദർശന ലോകത്തിന്റെ ആ നിസാരത നമ്മൾ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തില് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആഴവും പരപ്പും നമ്മൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു ചെറിയ അനുഭവം ഇവിടെ തരികയാണ്. ഒരനുഭവം ഇവിടെ തരികയാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കും. ഞാനിത് എത്രയോ കാലം കൊണ്ട് പഠിച്ചെന്നൊക്കെയാണ് എനിക്ക് ഇത്രയും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ആദ്യമായി കേൾക്കുകയാണെന്ന് എനിക്കറിയാം. ഈ കേൾക്കുന്നതൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഒരു ഓർമ്മയായി വെച്ചുകൊണ്ട്, ഒരു പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് ഈ കൃതികളുടെ വായന നിരന്തരം നിങ്ങൾ നടത്തണം. നിരന്തരം നടത്തുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നടത്തുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ഇത്രമാത്രം ഗൗരവമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും സങ്കല്പങ്ങളെയും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം സൃഷ്ടിച്ചെടുക്കണം. ഇത് നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും സങ്കല്പങ്ങളെയും ഒക്കെ താങ്ങി നിർത്തുന്ന ഒരു വലിയ ഒരു സ്തംഭമായിട്ട് മാറും. ഇനിയും പദ്യം 4-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകണം. അത് നമുക്ക് ഇങ്ങനെയാണ് ആലപിക്കാൻ കഴിയുക. ശക്തിസ്തുവിവിധാജ്ഞേയ തൈജസീ താമസീതി ച സഹവാസോ അനയോർനാസ്തി തേജസ്തിമിരയോരിവ. ഇവിടെ നമ്മള് 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. ശക്തിസ്തു വിവിധാജ്ഞേയ തൈജസീ താമസീതി ച സഹവാസോ അനയോർനാസ്തി തേജസ്തിമിരയോരിവ. ഇതൊക്കെ നമ്മൾ നിരന്തരമായി വായിച്ചു പഠിക്കാമെങ്കിൽ നമുക്ക് വളരെ ആസ്വദിച്ചുകൊണ്ട് ആലപിക്കാൻ പറ്റിയ, ഭഗവത്ഗീതയൊക്കെ ചൊല്ലുന്നത് പോലെ തന്നെ ചൊല്ലിക്കൊണ്ടു പോകാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് ഈ ദർശനമാലയിൽ ആകമാനമുള്ള 100 ശ്ലോകങ്ങൾ. ശക്തിസ്തു, ശക്തിഹി തു എന്ന് നിങ്ങൾ ആദ്യത്തെ ഒരു പദച്ഛേദം എഴുതിയെടുക്കുക. ശക്തിഹി തു. നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തവരാണെന്ന് എനിക്കറിയാം, നല്ലൊരു ശതമാനവും. അതെങ്ങനെ എഴുതണമെന്നൊക്കെ ചോദിച്ചാൽ ഇതിനകത്തെല്ലാം തെറ്റുകൾ വരും. തെറ്റുകൾ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കരുത്. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാതേ ഉള്ളൂ. തെറ്റുകൾ ഓർത്ത് വിഷമിക്കരുത്. അതിൽ നിങ്ങൾ ലജ്ജ ഉണ്ടാകാൻ പാടില്ല, ഭയം ഉണ്ടാകാൻ പാടില്ല. തെറ്റുകൾ ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ശരിയിലേക്കുള്ള ആ യാത്ര ആരംഭിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിങ്ങനെ ആ ശരികളെ നമ്മൾ കൂടുതൽ കൂടുതൽ ശരിയാക്കിക്കൊണ്ടിരിക്കണം. ശക്തിഹു തു. അതിന്റെ താഴെ എഴുതുക താമസി ഇതി. താമസി ച ഇതി. തൈജസി. ഇനിയും ദ്വിവിധ. ദ്വിവിധ എന്ന് എഴുതുക. ദ്വിവിധ. എന്നിട്ട് ജ്ഞേയ എന്ന് എഴുതുക.
ജ്ഞേയ. അടുത്തത് അനയോ എന്ന് എഴുതുക. തേജസ് തിമിരയോരിവ എന്ന് എഴുതുക. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി റെഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ മൂല ശ്ലോകം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. മൂലശ്ലോകം ഉണ്ട്, 4-ാമത്തെ ശ്ലോകം. തേജസ് തിമിരയോരിവ സഹവാസഹ. സഹവാസം, സഹവാസ എന്ന് എഴുതിയിട്ട് വലതുവശത്ത് 2 കുത്തിടുക. സഹവാസഹ. നാസ്തി എന്നും അവസാനം എഴുതുക. നാസ്തി എന്നും എഴുതുക. അങ്ങനെ എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്, വിശ്വസിക്കുന്നത്. ഇനി ശക്തി തു എന്ന ആദ്യത്തെ പദത്തിന്റെ അർത്ഥം ശക്തി ആകട്ടെ. ശക്തി ആകട്ടെ. തൈജസി. തൈജസി എന്ന് പറഞ്ഞാല് വെളിച്ചം ഉള്ളത്. തൈജസി. താമസി ചൈതി എന്ന് പറഞ്ഞാൽ ഇരുട്ട എന്നും അന്ധകാര സ്വരൂപം എന്നും. ഇരുട്ട, ഞാൻ അന്ധകാരം എന്നൊക്കെ പറയത്തെ അത് സംസ്കൃതം ആകുന്നുണ്ട്. അന്ധകാരം എന്നും. വിവിധ. ദ്വിവിധ. ദ്വിവിധ 2 പ്രകാരം, 2 വിധത്തിൽ. ജ്ഞേയ അറിയപ്പെടുന്നതാണ്. അനയോഹോ. അനയോ. അനയോ എന്ന് എഴുതിയിട്ട് ഒരു വിസർഗം കൂടെ കൊടുക്കണം. അതിന്റെ വലതുവശത്ത് 2 പൂജ്യം കൊടുക്കണം. നീ തേജസ് തിമിരയോരിവ എന്നുള്ള അനയോ എന്നുള്ളതിന്റെ അർത്ഥം ഇവയ്ക്ക് രണ്ടിനും. അനയോ ഇവയ്ക്ക് രണ്ടിനും. തേജസ് തിമിരയോരിവ എന്നതിന് വെളിച്ചത്തിനും ഇരുട്ടിനും എന്നതുപോലെ. സഹവാസക എന്നുള്ളതിന് കൂട്ടുകെട്ട്. നാസ്തി എന്നതിന്റെ അർത്ഥം ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടായിരിക്കുന്നില്ല, അതാണ് അതിന്റെ അർത്ഥം. ഇനിയും നമുക്ക് ശക്തിയെക്കുറിച്ച് പറയാം. ശക്തിയെക്കുറിച്ച് പറയാൻ നമുക്കറിയാമല്ലോ. ശക്തി, നമ്മളെ എനർജി എന്നൊക്കെ പറയുമ്പോൾ, ഈ നമ്മുടെ പുതിയ ആധുനിക ശാസ്ത്രത്തിലെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് എന്താ പറയും? നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും പറയും. രണ്ടും ശക്തിയാണ്. തൈജസി എന്നും താമസി എന്നും പറയുന്ന ശക്തിയെക്കുറിച്ച് അതാണ് പറയുന്നത്. ശക്തി 2 വിധമുണ്ട്, ഇല്ലേ? നിർമ്മാണ സൃഷ്ടിപരമായ ശക്തിയുണ്ട്, സംഹാരപരമായ ശക്തിയുമുണ്ട്, ഇല്ലേ? ഇരുട്ടും ഒരു ശക്തിയാണ്, വെളിച്ചവും ഒരു ശക്തിയാണ്. വെളിച്ചത്തിന്റെ ശക്തിയുമുണ്ട്, ഇരുട്ടിന്റെ ശക്തികളുമുണ്ട്. അപ്പൊ ഈ ശക്തി 2 വിധത്തിലുണ്ട് എന്ന് ഭാരതത്തിന്റെ വേദാന്ത ശാസ്ത്രം പറയുന്നു. അത് ഒന്ന് തൈജസിയും മറ്റൊന്ന് താമസിയുമാണ്. ഈ തൈജസി എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കിന്റെ അർത്ഥം എഴുതാൻ ചുരുക്കി എഴുതാൻ പറ്റും. നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ എഴുതിയങ്ങനെ താഴെയായിട്ട് തൈജസി എന്നുള്ള വാക്കിന് ഒരു ചെറിയ ഒരു വിശദീകരണം എഴുതിക്കൊള്ളുക. ജഡദൃശ്യങ്ങളെ ഒഴിവാക്കി, തൈജസി എന്ന വാക്കിന്റെ ജഡദൃശ്യങ്ങളെ ഒഴിവാക്കി ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ശക്തിയെയാണ് തൈജസി എന്ന് പറയുക. ജഡദൃശ്യങ്ങളെ ഒഴിവാക്കി ആത്മാവിന്റെ സ്വരൂപത്തെ വെളിവാക്കുന്ന ശക്തിയെയാണ് തൈജസി എന്ന് പറയുക. ഇനി എന്താണ് താമസി? ആത്മാവ് തന്നിൽ ജഡദൃശ്യങ്ങളെ ഉളവാക്കി പ്രപഞ്ചബോധത്തിലേക്ക് കടത്തിവിടുന്ന ശക്തിയെയാണ് താമസി എന്ന് പറയുക. ആത്മാവ് തന്നിൽ ജഡദൃശ്യങ്ങളെ ഉളവാക്കി
പ്രപഞ്ചബോധത്തിലേക്ക് കടത്തിവിടുന്ന ശക്തിയെയാണ് താമസി എന്ന് പറയുക. ഇനി ഇത് എന്താണ്? ഞാൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് തൈജസി? ഈ തൈജസി എന്ന ശക്തി നമ്മുടെ ഉള്ളിൽ ഉണർന്നു കഴിയുമ്പോൾ, അത് ഉണരണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മളൊരു ധ്യാന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. ധ്യാനിയായിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ എന്താണ് തൈജസിക്ക് എന്താ ഉണ്ടാകുന്നത്? നാം ഈ പ്രപഞ്ചത്തെ അറിയുന്നതിന് വേണ്ടി നമ്മെ അറിയുന്ന ഒരു തന്ത്രത്തിലേക്ക്, ഒരു ശാസ്ത്രത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ തത്വങ്ങളെ തന്റെ അന്തരാത്മാവിൽ തന്നെ സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഈ ജഡദൃശ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആത്മാവിന്റെ സ്വരൂപത്തെ തന്റെ ഉള്ളിൽ തന്നെ കാണും. അത് കാണുമ്പോൾ ആ ആത്മാവിന്റെ സ്വരൂപത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപത്തിന് നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെതായ യാതൊരു സ്വഭാവവും കാണുകയില്ല. എണ്ണമറ്റ അനേകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നാം കാണപ്പെടുന്ന ജീവജാലങ്ങളുടെയോ സസ്യജാലങ്ങളുടെയോ ചരാചരങ്ങളുടെയോ യാതൊരു രൂപവും ഇല്ലാത്തതായ ഒരു മൂലപ്രകൃതി ഈ ആത്മാവിന് ഉണ്ടെന്നും അത് തന്റെ അന്തരാത്മാവിലാണ് കാണുന്നതെന്നും ആ അന്തരാത്മാവിലിരിക്കുന്ന ആ മൂലപ്രകൃതിയില് ഈ ജഡരൂപങ്ങൾ ഒന്നും ഉണ്ടാകില്ല, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു ചരാചരങ്ങളുടേതായ യാതൊരു രൂപവും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്ന ആ ശക്തിയെയാണ് തൈജസി എന്ന് പറയുക. അപ്പൊ അത് ആരാണ് അറിയുക? തന്റെ ആന്തരിക നേത്രം കൊണ്ടാണ് അത് അറിഞ്ഞ് അനുഭവിക്കുക. അതനുഭവിക്കാൻ വേണ്ടിയാണ് മഹാഗുരു എന്ത് ചെയ്തത്? കൊടും കാട്ടിൽ പോയി കൊടും തപസ് അനുഷ്ഠിച്ചത്. ഈ പ്രപഞ്ചത്തിന്റെ ഈ ജഡദൃശ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആത്മാവിന്റെ സൂക്ഷ്മ രൂപത്തെ, അതിന്റെ നിജമായ സ്വരൂപത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ തന്റെ തപശ്ചര്യയിലൂടെ നടത്തിയത്. അതാണ് തൈജസി എന്ന് പറയുന്ന ശക്തി. ഈ താമസി ഏതാണ്? താമസി ശക്തിക്ക് അടിപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്താണ്? ഈ ജഡദൃശ്യങ്ങളാണ് പ്രപഞ്ചത്തിന്റെ എല്ലാ കാരണവും കാര്യവും എന്ന് മനസ്സിലാക്കിയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം കാണപ്പെടുന്നതായി പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങളാണ് സത്യം. ആ വൈവിധ്യങ്ങളാണ് ഇതിന്റെ എല്ലാം ആധാരമായിരിക്കുന്നത്. ഭൗതികമായ ഒരധിഷ്ഠാനത്തിലാണ് ഈ പ്രപഞ്ചം മൊത്തം നിലനിൽക്കുന്നത് എന്ന നമ്മുടെ ഈ അറിവിന്റെ ശക്തിയെയാണ് താമസി എന്ന് പറയുക. അത് ഇരുട്ടിന്റെ അറിവാണ്, അന്ധകാരത്തിന്റെ അറിവാണ്, വെളിച്ചത്തിന്റെ അറിവല്ല. അത് തൈജസി അല്ല, അത് താമസിയാണ്. അപ്പൊ ഈ രണ്ട് ശാസ്ത്രത്തെയും നമ്മൾ അങ്ങനെ പഠിക്കണം. ഒന്ന്, തന്റെ ഉള്ളിലേക്കുള്ള ഗവേഷണവും ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അറിയുന്നതിന് വേണ്ടി തന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അന്വേഷണത്തെ നടത്തുന്ന ആ ശക്തിയാണ് തൈജസി എന്ന് പറയുക. താമസി എന്ന് പറയുന്നത് നാം ആ ഒരു ശക്തിയുടെ വലയത്തിൽ പെട്ടുപോയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ജഡദൃശ്യങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു. വേദാന്തം കയ്പുള്ളതാണ്, വേദാന്തം ദഹിക്കുന്നതല്ല, വേദാന്തം നമുക്ക് എന്താണ് കൂടുതൽ പിന്നെ അസുഖകരമായ ഒരു പഠനമാണ് എന്നൊക്കെ എനിക്കറിയാം. നിങ്ങളിൽ എത്ര പേര് ഇപ്പോൾ ഉണർന്നിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേര് ഉറങ്ങിപ്പോയി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലെ ശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ശക്തിസ്തു വിദാജ്ഞേയ തൈജസി താമസീതിച്ച. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ താമസിയും ഈ തൈജസിയും ഒരുമിച്ച് അനയോർനാസ്തി. ഇവർക്ക് സഹവാസമില്ല, ഇവർക്ക് രണ്ടുപേർക്കും സഹവാസമില്ല, ഒരുമിച്ച് കഴിയാൻ പറ്റില്ല. തൈജസി എന്ന് പറയുന്ന ശക്തിക്കും താമസി എന്ന് പറയുന്ന ശക്തിക്കും ഒരുമിച്ച് ഒരിടത്ത് അധിവാസം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഒരാള് ഭൗതികമായ ലോകത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഉണ്മയെക്കുറിച്ചും അതിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ചിന്തിക്കുന്നു. ഒരുവനോ ഈ പ്രപഞ്ചത്തിന്റെ ജഡദൃശ്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജഡദൃശ്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഇതിന്റെ എല്ലാം സൂക്ഷ്മമായ സത്യം എന്താണ്? നാമരൂപങ്ങൾക്ക് അതീതമായി, ഇല്ലല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നാമരൂപങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന, സർവ്വവ്യാപിയായി നിൽക്കുന്ന, എല്ലാറ്റിനും ഏകമായി നിൽക്കുന്ന ഈ ഒരു അനുഭൂതി തലത്തിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്വൈതാനുഭൂതികളെല്ലാം നഷ്ടപ്പെടും. തൈജസി ശക്തിക്ക് അടിമയായി കഴിയുമ്പോൾ നമ്മള് എല്ലാ ദ്വൈതാനുഭൂതികളിൽ നിന്നും നമ്മൾ
മാറും. ദ്വൈതമല്ല, ഇതൊന്നും രണ്ടല്ല, ഇതെല്ലാം ഒന്നാണ്. ഏകമായിരിക്കുന്ന ഈ പ്രപഞ്ച വിധാനത്തിന്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ് നാം ഓരോരുത്തരും എന്ന ബോധം അതിലുണ്ടാകും. ഈ തൈജസി ശക്തിയുടെ ഉപാസകന് അത് ബോധ്യത്തിലെത്തും, അനുഭവഗോചരമാകും, അതൊരു സ്വാനുഭവത്തിലെത്തും. അതേസമയം താമസി പ്രകൃതിയിൽപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്കെന്താണ്? നാം നമ്മുടെ മുമ്പിൽ കാണാതിരിക്കുന്ന ക്ഷണഭങ്കുരമായിരിക്കുന്ന അല്പമാത്രമായ ആയുസ് ഉണ്ടായിരിക്കുന്നതായ ഈ ഭോഗവസ്തുക്കളിൽ അഭിരമിച്ചു പോകുന്ന നാം ഓരോരുത്തരും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളിലേക്ക് ഓടിയെത്തും. നാം എത്രമാത്രം താമസിയിൽ നിന്ന് തൈജസി പ്രകൃതിയിലേക്ക് പരിവർത്തനപ്പെടുന്നുണ്ടോ അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ആത്മാനന്ദം ഉണ്ടാകുക, ആനന്ദ അനുഭൂതി ഉണ്ടാകുക. ഇത് നമ്മളെ മനസ്സിലാക്കുന്നതിന് തന്നെയാണ് ഈ വേദാന്ത ശാസ്ത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോഴ് എന്താണ് ഇത് രണ്ടും? ഈ തൈജസിയും താമസിയും ഒരുമിച്ച് വസിക്കില്ല. അപ്പൊ എന്താണ് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാകാതിരിക്കാനുള്ള കാരണം? ഈ ശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് എളുപ്പം അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നതും ഈ പ്രകൃതിയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ കഴിയാതെ പോകുന്നതും എന്താണ്? നമ്മൾ ഈ താമസി പ്രകൃതിയിലെ പെട്ടുപോയിരിക്കുന്നവരായതുകൊണ്ടാണ്. എന്നാൽ ഈ തൈജസിയും താമസിയും കൂടെ ഒരാളിൽ തന്നെ വന്ന് സമ്മേളിക്കുമോ? ഇല്ല. അതിന് നാം എന്ത് ചെയ്യണം? തൈജസിയിലേക്ക് നമ്മുടെ പ്രകൃതിയെ മാറ്റിയെടുക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രമേണ അവിടേക്ക് മാറുകയും നാം ഈ രണ്ട് ലോകത്തിനും, ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും പാകമാകുന്ന ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് നമുക്ക് നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനുള്ളത്. ഇനി അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് ഒന്ന് നോക്കാം. അഞ്ചാമത്തെ ശ്ലോകം മനോമാത്രം ഇതം ചിത്രം ഇവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. നമ്മള് ഈ ദർശനമാല പഠിക്കാൻ ഒരു കാരണം, പഠിപ്പിക്കാൻ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല് അതുകൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. പണ്ട് വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ പോയി പ്രസംഗിച്ച കാര്യം നിങ്ങൾക്കറിയാം. പ്രസംഗിച്ചപ്പം വിവേകാനന്ദ സ്വാമി അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ നാട്ടിലെ മുഴുവൻ ധർമ്മവും അടുക്കളയിലെ ധർമ്മമായി പോയി. അത് നാൽക്കവലയിലെ ധർമ്മമായി അധപ്പതിച്ചിരിക്കുന്നു. അതാണ് എന്റെ നാടിന്റെ ശാപം. എന്റെ നാട് ദരിദ്രന്മാരുടെ നാടായി മാറിയതിന്റെ കാരണം ഇതാണ്. വിവേകാനന്ദ സ്വാമി അവിടെ പോയി പ്രസംഗിച്ചതാണ്. ലോകോത്തരമായ ധർമ്മങ്ങളും അനുശാസനങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതം. മാനവരാശിക്ക് ആകമാനം സ്വീകാര്യമായ അനവധി ഉദ്ബോധനങ്ങളുടെ പുണ്യഭൂമിയാണ് ഭാരതം. പക്ഷെ അത് അടുക്കളയിലെ ധർമ്മമായി പോയി. അത് പുക പിടിച്ചിരിക്കുന്നു, കരി പിടിച്ചിരിക്കുന്നു. അത് അടുക്കള വിട്ട് പുറത്തേക്ക് പോകുന്നില്ല, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പോകുന്നില്ല, അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നില്ല, അവരുടെ ചിന്തയിലേക്ക് പോകുന്നില്ല, അവരുടെ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ല. അത് പുക പിടിച്ച് കരിഞ്ഞ് കരിവാളിച്ച് ഇതാ അടുക്കളയിൽ കിടന്ന് നശിച്ചു പോകുന്നു. ഈ ധർമ്മം ക്ഷയിക്കുന്നു. ഇത് വീണ്ടും ഈ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മം ലോകോത്തരമായ ആധുനിക ലോകത്തിന്റെ സൃഷ്ടിക്ക് പാകമാകേണ്ട, അതിനെ മാനവരാശിയെ ഉണർത്തിയെടുക്കേണ്ട ഈ ലോകോത്തരമായ ധർമ്മം നമ്മുടെ അടുക്കള ധർമ്മമായി മാറുന്നു. ഇത് ഒരു കവലയിൽ ഇലെ ധർമ്മമായി മാറുന്നു. നാൽക്കവലകളിൽ നിന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു ധർമ്മമായി ഇത് അധപ്പതിച്ചിരിക്കുന്നു. പാടില്ല. ഈ ശാസ്ത്രവും ഈ ധർമ്മവും കർമ്മവും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയോഗശാസ്ത്രമായി മാറേണ്ടതുണ്ട്. ഞാൻ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാം നമ്മുടെ ചിന്തയിലിട്ട് മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെയൊക്കെ അല്പം ഒന്ന് സന്നിവേശിപ്പിക്കണം. അല്പാൽപമായിട്ട്, പൂർണ്ണമായിട്ട് നമുക്ക് പറ്റില്ല. അല്പാൽപമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അനേക ജന്മങ്ങളുടെ ഉപാസന പരമായ ജീവിതത്തിന്റെ ഫലമായിട്ടാണ് മഹാഗുരു പോലും
ഈ ബോധത്തിലേക്ക് എത്തിയത്, ഈ തൈജസി പ്രഭാവത്തിലേക്ക് എത്തിയത്, ആ പ്രകൃതിയിലേക്ക് എത്തിയത്. എന്നതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്പമൊക്കെ ഈ ധർമാധിഷ്ഠിതമായ ഒരു ജീവിതവും ചിന്തയും പ്രയോഗവും ഒക്കെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തുണ്ടാകത്തക്ക രീതിയിൽ ഞാനിത് പറയുന്നു എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഈ ധർമ്മത്തെ എത്രമാത്രം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ജീവിതത്തിൽ ഇഴചേർത്ത് നിർത്താൻ, ലയിപ്പിച്ചു നിർത്താൻ കഴിയുന്നു എന്ന് ഞാൻ തന്നെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? സത്യത്തിൽ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരിശ്രമം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊരു അടുക്കള ധർമ്മമായി പോകരുത്. ശ്രീനാരായണ ധർമ്മം നാൽക്കവലയിൽ പറയുന്ന ഒരു ധർമ്മമായി അധപ്പതിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ മൂല്യവത്തായ സാരങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നമ്മൾ ഇപ്പോൾ ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ സൂനജും പറഞ്ഞത്. ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതിനെയൊക്കെ നമുക്കൊന്ന് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 5-ാമത്തെ ശ്ലോകം, മനോമാത്രം ഇതം ചിത്രം ഇവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. വീണ്ടും നമ്മള് 5-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുന്നു. ഞാന് ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. ഒരു ശ്ലോകം നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കൊണ്ട് മാത്രം പോലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഈ ഓരോ ശ്ലോകത്തെയും ആത്മോപദേശതകവും അദ്വൈത ദീപികയും അതുപോലെ ഉള്ള നമ്മുടെ ദൈവദശകവും ജനനീയ നവരത്നമഞ്ജരി ഉൾപ്പെടെയുള്ള കൃതികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ആത്മോപദേശതകത്തിന്റെ ഓരോ ശ്ലോകങ്ങളുമായിട്ടും ദർശനമാലയിലെ ശ്ലോകങ്ങളെ നമുക്ക് കോർത്തിണക്കിക്കൊണ്ട് പറയാൻ പറ്റും. അദ്വൈത ദീപികയും ഇതുമായി ചേർത്ത് വെച്ച് പറയാൻ പറ്റും. അങ്ങനെ ദർശനമാലയിലെ ഓരോ ശ്ലോകങ്ങളിലും പറയുന്ന ആശയങ്ങളുടെ മഹാലോകം മഹാഗുരുവിന്റെ ബാക്കിയുള്ള 64 കൃതികളിൽ 63 കൃതികളിലും പരന്നു കിടപ്പുണ്ട്. അതും ഇതും കൂടെ ചേർത്ത് വെച്ച് പറയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഇത് സുതാര്യമായി മാറുക. അപ്പൊ അങ്ങനെയൊക്കെ ചേർത്ത് വെച്ച് പറയാൻ നമുക്കിവിടെ സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വിശാലമായി പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് 5-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് എഴുതി വെക്കുക. പദച്ഛേദമാണ് ആദ്യം പറയുന്നത്. അഗ്രേ എന്ന പദം എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ ഇതം സർവം എന്ന പദം എഴുതുക. അതിന്റെ താഴെ ചിത്രമിവ എന്ന പദം എഴുതുക. മനോമാത്രം എന്ന വാക്ക് എഴുതുക. മനോമാത്രം. ഭഗവാൻ എന്നെഴുതുക. ചിത്രകാരവത് എന്നെഴുതുക. ചിത്രകാരവത് എന്നെഴുതുക. അതിന്റെ താഴെ ഈദൃശം എന്നെഴുതുക. അതിന്റെ താഴെ വൈചിത്ര്യം എന്നെഴുതുക. അതിന്റെ താഴെ പ്രാപയാമാസ എന്നെഴുതുക. ഓരോ പദങ്ങളും ഞാൻ ഈ പറഞ്ഞ പദങ്ങൾ താഴെയായിട്ട് എഴുതുക. ഇനി ഞാൻ എന്റെ അർത്ഥം പറയാം. ഏതെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അഗ്രേ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ് എന്റെ അർത്ഥം. മുൻപ് എന്നാണ് ഇതിന്റെ അർത്ഥം. അഗ്രേ. ഇനി ഇതം സർവം എന്ന് പറഞ്ഞാലോ? അഗ്രേ എന്നതിന് വേറൊരു അർത്ഥം കൂടെ നിങ്ങൾ എഴുതിക്കോളുക, ബ്രാക്കറ്റിൽ പറ്റുമെങ്കിൽ. നമ്മള് മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു ചിത്രത്തില് വന്നതുപോലെ, ഒരു മായാജാലക്കാരന്റെ ദൃശ്യം എന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ ജഡ ദർശനങ്ങളെയൊക്കെ നമ്മൾ കാട്ടിത്തന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഓർമ്മ വേണം. ഇങ്ങനെ ഇതിനു മുൻപ് എന്ന് പറയുമ്പോൾ അങ്ങനെ കാണിക്കുന്നതിന് മുൻപ്. ഇനി ഇതം സർവം, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ എന്നാണ് ഇതം സർവം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ചിത്രമിവ എന്നുള്ളതിന്റെ അർത്ഥം ചിത്രം എന്ന പോലെ.
മനോമാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ സങ്കല്പ രൂപം മാത്രമായി വർത്തിച്ചിരുന്നു. മനോമാത്രം, മനോമാത്രം സങ്കല്പ മാത്രമായി വർത്തിച്ചിരുന്നു. ഭഗവാൻ, ഈശ്വരൻ എന്നുള്ള അർത്ഥം. ഒരു കാര്യം നിങ്ങൾ ഓർത്ത്, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ബ്രഹ്മത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ബ്രഹ്മമാണ് ഇവിടെ ഈശ്വരൻ. അത് നിങ്ങൾ മനസ്സിൽ ഓർത്തോണം. വേറൊരു മൂർത്തി സങ്കല്പവും നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. ഇനി ചിത്രകാരവത് എന്ന് പറഞ്ഞാല് ഒരു ചിത്രകാരനെ പോലെ. ഈദൃശം എന്ന വാക്കിന്റെ അർത്ഥം ഈ വിധത്തിൽ. വൈചിത്ര്യം, വിചിത്ര രൂപത്തെ. പ്രാപയാമാസ എന്ന വാക്കിന്റെ അർത്ഥം നൽകി ഇങ്ങനെയാക്കി തീർത്തു എന്നാണ് അതിന്റെ അർത്ഥം. എഴുതി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഇവിടെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് പോവുക. എങ്ങനെയാണ് ഒരു ചിത്രം രൂപപ്പെടുന്നത്? ഒരു ചിത്രകാരന്റെ കയ്യിൽ ഒരു ക്യാൻവാസ് കൊടുക്കുമ്പോൾ ആ ചിത്രകാരനോട് നമ്മൾ പറയുകയാണ്, അങ്ങ് ഒരു ചിത്രം വരയ്ക്കുക എന്ന് നമ്മൾ പറയുകയാണ്. ആ ചിത്രകാരനോട് ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അവന്റെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരു ചിത്രം വരച്ചു വെക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു മാതൃകയെ വെച്ച് കൊടുക്കുക. എന്നെ പോലെ ഒരു ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഈ പൂവിന്റെ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ ഈ വീടിന്റെ ചിത്രം വരയ്ക്കുക എന്നൊരു മാതൃക നമുക്ക് അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ചിത്രം രൂപപ്പെടുന്നത് അവന്റെ മുമ്പിൽ നിൽക്കുന്ന മാതൃകയിൽ നിന്ന് നേരെ ക്യാൻവാസിലേക്ക് പോവുകയാണോ? മനസ്സിലാക്കണം. ഒരു ചിത്രകാരന്റെ മുമ്പിൽ നമ്മളൊരു മാതൃക കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ ആ മാതൃകയിൽ നിന്ന് നേരെ ക്യാൻവാസിലേക്ക് ചിത്രത്തെ പകർത്തിയെടുക്കുകയാണോ, അതോ ആ മാതൃകയിൽ നിന്ന് ഒരു ചിത്രം തന്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തതിന് ശേഷം തന്റെ കൈകളിലൂടെ ക്യാൻവാസിൽ ആ രൂപത്തിന്, ആ മാതൃകയ്ക്ക് രൂപം വരച്ചു ചേർക്കുകയാണോ, ചായം ചേർത്ത് വെക്കുകയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്തെ സാറ് പറഞ്ഞു. അവിടെ നമ്മൾ ചിന്തിക്കുക, ഏതൊരു ചിത്രവും രൂപപ്പെടുന്നത് ബ്രഷിലോ ചായത്തിലോ മാതൃകയിലോ അല്ല. ആ ചിത്രം ആദ്യം വരയ്ക്കപ്പെടുന്നത് ചിത്രകാരന്റെ ഹൃദയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ചിത്രകാരന്റെ ഹൃദയത്തിൽ എത്രമാത്രം മിഴിവോടെ ആ മാതൃക പതിഞ്ഞിട്ടുണ്ടോ, ഒപ്പിയെടുക്കപ്പെട്ടിട്ടുണ്ടോ, അത്രമാത്രം മിഴിവോടെ ആയിരിക്കും ആ ചിത്രം ക്യാൻവാസിലേക്ക് പകർന്നു വയ്ക്കുക. മനോമാത്രം ഇതം ചിത്രം ഇവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്രം ഭഗവാൻ ചിത്രകാരവത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാം ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന പരമേശ്വരൻ, സർവേശ്വരൻ, ആ പരമാത്മാവ്, ആ ബ്രഹ്മം ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മ രൂപത്തിൽ, ഒരു ചിത്രരൂപത്തിൽ എന്നതുപോലെ തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. തന്റെ ഉള്ളിൽ അതിന്റെ വിത്ത്, അതിന്റെ ബ്ലൂ പ്രിന്റ്, അതിന്റെ പ്രാഗ്രൂപം, അതിന്റെ പൂർവികമായിരിക്കുന്ന ആ ബ്ലൂ പ്രിന്റ് അവിടെ പൂർണ്ണമാക്കി സൃഷ്ടിച്ച് വയ്ക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ഒരു വിത്തിൽ നിന്ന് മുകളം മുളച്ച് പുറത്തേക്ക് വരുന്നത് പോലെ ആ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നതെല്ലാം തന്നെ ആ വിത്തിൽ നിന്നും പുറത്തേക്ക് പൊട്ടി വിടർന്നു വരുന്നു. അപ്പോൾ ഈ ബാഹ്യ ദൃശ്യങ്ങളൊക്കെ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ചിത്രകാരൻ തന്റെ ഹൃദയത്തിൽ ആ പ്രതിരൂപത്തെ, പിന്നെ മാതൃകാ വസ്തുവിന്റെ പ്രതിരൂപത്തെ എപ്രകാരമാണോ ഗർഭം ധരിച്ചിരുന്നത്, അതിനെ ഒരു വിത്തിൽ നിന്നും മുകളം വരുന്നത് പോലെ പ്രദർശിപ്പിക്കുക മാത്രമായിരുന്നു ചെയ്തത്.
അപ്പോഴ് ഭഗവാന്റെ ആ ബ്രഹ്മത്തിന്റെ ആ ബ്രഹ്മശക്തിയുടെ സങ്കല്പ രൂപത്തില് ഈ പ്രപഞ്ചം ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ഇന്നത്തെ നാം ഇന്ന് കാണപ്പെടുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ വൈവിധ്യപൂർണമാക്കി പ്രദർശിപ്പിച്ചത് ഒരു ഇന്ദ്രജാലക്കാരന്റെ വൈഭവം മാത്രമാണ് എന്ന് നാം ഈ 5-ാമത്തെ ശ്ലോകത്തിലൂടെയും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. മനോമാത്രം ഇതം ചിത്രം യുവാഗ്രേ സർവമീദൃശം പ്രാപയാമാസ വൈചിത്ര്യം ഭഗവാൻ ചിത്രകാരവത്. ഈ മനസങ്കല്പങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കാണിക്കുന്ന ആ പരമാത്മാവിന്റെ ചൈതന്യ വിശേഷത്തെ സർവദാ വന്ദിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ 5-ാമത്തെ ശ്ലോകത്തിന്റെ ഒരു ചെറിയ വിശദീകരണം നിങ്ങളുടെ ചിന്തയ്ക്കും മനനത്തിനുമായി സമർപ്പിക്കുന്നു. ഇതിന്റെ ഒരു സ്കെലിറ്റൻ മാത്രമാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ വിശദമായ സൂക്ഷ്മമായ അർത്ഥത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം വേദിയല്ല ഉണ്ടാകേണ്ടത്. അതിന് വേറൊരു വേദിയിലേക്ക് തന്നെ നിരന്തരമായ ദീർഘമായ പഠനങ്ങളിലൂടെയും വിശകലനങ്ങളിലൂടെയും വിശദീകരണങ്ങളിലൂടെയും മാത്രമേ നമുക്ക് വ്യക്തമാക്കി തരാൻ കഴിയുകയുള്ളൂ. ഇത് അതിന്റെ ഒരു പ്രാഥമികമായ ഒരു അവതരണം മാത്രമാണ്. നമുക്ക് ഇന്ന് 9 മണിയായി ഇല്ലേ? 4 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നിവിടെ തീർത്തിട്ടുണ്ട്. ആകെ 5 ശ്ലോകങ്ങൾ തീർത്തു. ഇനിയും നമുക്കുള്ളത് അടുത്ത മാസം മാത്രമാണ്. പിന്നെ ദർശനമാലയുടെ ഒരു ക്ലാസ്, ഒരൊറ്റ ക്ലാസ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ദർശനമാല തീർക്കുകയും ചെയ്യണം അടുത്തൊരു മാസം കൊണ്ട്. ഇത് നമുക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംശയങ്ങളെ ഉണ്ടാകാൻ പറ്റൂ. സംശയങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. പഠിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ സംശയം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോയും ഓൺ ചെയ്യാം വേണമെങ്കിൽ. എന്നിട്ട് എന്തെങ്കിലും ചോദിക്കാം. ഇന്ന് നമുക്ക് ഒത്തിരി പേരുടെ അസാന്നിധ്യം ഉണ്ട് എന്ന് എനിക്കറിയാം. ഒത്തിരി പേര് എത്തിയിട്ടില്ല അല്ലേ? നമസ്തേ. ഇനി ആരെങ്കിലും ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ചോദിക്കണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എഴുതിയിടാൻ പറ്റും. അതുപോലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പലപ്പോഴും പല കാര്യങ്ങളും എഴുതിയിടുന്നുണ്ട്. ഈ എഴുതിയിടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ. അപ്പൊ ചോദിക്കുന്നവർക്ക് മാത്രമല്ല പ്രയോജനപ്പെടുന്നത്, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. എനിക്കും എന്റെ അറിവിനെ ഒന്നുകൂടൊക്കെ റിഫ്രഷ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കണം. രണ്ടാമത് നമ്മുടെ വാട്സാപ്പിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഈ നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ആവർത്തിച്ച് നിങ്ങൾ കേൾക്കണം, നിരന്തരം ആവർത്തിച്ച് കേൾക്കണം. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക. ഇന്ന് തന്നെ ഒരാൾ ചോദിച്ചിരുന്നു, പലതും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, അതൊന്ന് കൊടുക്കാൻ പറ്റുമോ, എഴുതിയിട്ടിരിക്കുന്നതൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് നമ്മുടെ ശോഭന മാഡം ആണെന്ന് തോന്നി ചോദിച്ചിരുന്നത്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇവിടെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ചെയ്യും. അങ്ങനെ കൂടെ ഒരു ഗുണമുണ്ട്. ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ടോ? ഇല്ല സാർ, എല്ലാം എഴുതാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ആദ്യം അങ്ങനെ ആ ഒരു ക്രമപ്രകാരം പറഞ്ഞു തന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാല് സാർ, എനിക്ക് എഴുതാൻ പറ്റാത്തത് ഞാനത് കേട്ടിട്ട് പിന്നെ എഴുതും ഫുൾ.
ആ വീഡിയോ കേട്ടിട്ടുണ്ട് അല്ലേ? അതെ ഓക്കെ ഓക്കെ അതെ. ഓക്കെ ഓക്കെ. ആ ആ. അങ്ങനെ ആവർത്തിച്ച് അപ്പം കേട്ടാൽ മതിയെന്ന്. ഉം. അപ്പം സാർ അതിൽ എഴുതിയിടുന്നുണ്ടല്ലോ, ഓരോന്ന് എഴുതിയിടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ നമുക്ക് മനസ്സിലാവാത്ത ഗ്രൂപ്പ് തന്നെ ചോദിക്കാൻ പറ്റുമോ? അതെ അതെ, അതുകൂടെ ചോദിക്കണം. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ. കാര്യം ഞാൻ ഈ എഴുതിയിടുന്നതൊക്കെ തന്നെ ഗുരുദേവ കൃതികളുടെ ആത്മാവിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് ആ വെറുതെ അങ്ങനെ വെറുതെ എഴുതിയിടുന്നതല്ല. ആ എഴുത്തിനകത്തുനിന്ന് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗുരുദേവ കൃതികളിലേക്ക് അത് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. ഗുരുദേവ കൃതികൾ അതിനെല്ലാം ഉത്തരവുണ്ട്. ഈ ആത്മവിശതകത്തിനും ഞാൻ പറഞ്ഞ വിനായകാഷ്ടകം മുതൽ വേദാന്ത സൂത്രം വരെ കിടക്കുന്ന 64 കൃതികളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആശയങ്ങളുമായിട്ട് ഒരു എന്താണ് ഒരു ബന്ധം ഈ പറയുന്ന വാക്കുകൾക്കെല്ലാം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാന് അതുപോലെ എനിക്ക് ഒരു പ്രത്യേക നന്ദി നമ്മുടെ നോവൽ രായ് സാറിനോട് പറയാനുണ്ട്. എന്റെ പുസ്തകം അദ്ദേഹം വായിക്കുകയും ആ പുസ്തകം വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഒരു നല്ലൊരു കുറിപ്പ് എഴുതി അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ ഇനി കുറച്ച് ദിവസം കൊണ്ട് മാത്രം അദ്ദേഹം വായിക്കുകയും അത്രയും വായിക്കുകയും ആ പുസ്തകത്തെ ഒന്ന് വിലയിരുത്തുകയും അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിന് എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അതെ, വളരെ നോയൽ രായ് സാറേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ സാറേ. ആ അത് നിങ്ങളിൽ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒക്കെ ഒന്ന് വായിച്ചായിരുന്നു. സാർ, ഞാനിപ്പോ വായിക്കാൻ തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. അത് അദ്ദേഹം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഠന ക്ലാസ്സിനെ കുറിച്ചൊക്കെയുള്ള ഒരു നല്ല ഒരു അവലോകനം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അത് വളരെ നല്ല. വളരെ നന്നായിരിക്കുന്നു. ഞാൻ അതിന് അന്നേരം ഉത്തരം പറയണമെന്ന് വിചാരിച്ചു, സമയം കിട്ടാനിട്ടാ. നല്ല അവതാരം, നല്ലോണം എഴുതി. ശരിയാണ് ശരിയാണ്. അത് ഇത്രയും പെട്ടെന്ന് അതെ എന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചിട്ട് 2 ദിവസം കണ്ടേ ആവുന്നുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ഇത്രയും പഠിച്ചിട്ട് വായിച്ചു നോക്കിയിട്ട് നല്ലൊരു അഭിപ്രായം ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ സ്നേഹം, നന്ദി. പിന്നീട് നമുക്ക് സാർ, ഞാനും അത് വായിച്ചിട്ട് ഒരു ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മുടെ ശോഭമാടവനെ കുറിച്ച് ഒരു ചെറിയ അഭിപ്രായം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ വായിക്കാൻ. അതെ അതെ അതെ. ഓക്കെ. അതുപോലെ ഞാൻ ഇതിനകത്ത് ഭക്തിയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇല്ലേ? ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം എന്താണ്? ഈ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന വാക്കിന് തന്നെ അനവധി ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്നിവ ഘനീഭവിച്ച് ഏകീഭവിച്ചതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സൂക്ഷ്മമായ ഒരു ഭൗതിക വസ്തുവാണ് നിങ്ങൾ ഓർത്തുകൊള്ളുക. കേട്ടല്ലോ? ഏ ബ്രഹ്മം എന്ന് പറഞ്ഞാല് അതിസൂക്ഷ്മമായ അദൃശ്യമായ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയാതീതമായ ഒരു കാഴ്ചക്ക് മാത്രമേ അത് വിഷയീഭവിക്കത്തുള്ളൂ. അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇത് ചേർന്ന് കനീഭവിച്ച് ഏകീഭവിച്ചതാണ് ബ്രഹ്മം എന്നും കൂടെ നാം മനസ്സിലാക്കിക്കൊള്ളുക. ബ്രഹ്മത്തിന് ഇപ്പൊ ഞാൻ 3 ഡെഫിനിഷൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ? മുമ്പേ 2 തന്നിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇപ്പൊ ഇതുകൂടെ തന്നിരിക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് ഈശ്വര അതുപോലെ സാക്ഷാത്കാരം സമാധി, സമാധിയെ കുറിച്ച് സമാധി പറഞ്ഞിട്ടുണ്ട്. 4 ആ ആ സ്ഥിരസമാധി, ഉന്മന സമാധി, ജഡസമാധി, ജഡസമാധി, ഉന്നത ചേതനാ സമാധി. സമാധി, സ്ഥിരസമാധി, ഉന്മന സമാധി. ഈ സമാധിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താണ് ഈ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരീരത്തിലേക്ക് നമ്മൾ മരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ചേതനയേറ്റ ജഡസമാധി. അത് നമ്മൾ ഈ ശരീരത്തിലേക്ക് മരിച്ചു നിൽക്കുകയാണ്. നമ്മൾ ഈ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞല്ലോ, കരുവിന് കണ്ണുകൾ 5 തെരുതെര വീണ് വണങ്ങി കൂടുമ്പോൾ അതൊരു പൂർണ്ണ സമാധിയല്ല, ഒരു ഭാഗികമായ ഒരു സമാധിയാണ്. നാം നമ്മുടെ ജഡമാകുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഉറങ്ങി ഇരിക്കുന്നു. എന്നാൽ പൂർണ്ണമായും നാം ശരീര വിസ്മരണത്തിലേക്ക് എത്തിയിട്ടില്ല, ശരീരത്തെ ഒഴിവാക്കിയിട്ടില്ല. നമ്മളിൽ എന്തൊക്കെയോ ബാഹ്യബോധത്തിന്റെ അംശങ്ങൾ കിടപ്പുണ്ട്. ബാഹ്യ പ്രപഞ്ചത്തിന്റെ അംശങ്ങൾ എന്തോ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നു. അതാണ് ജഡസമാധി. അത് അതുപോലെ ബ്രഹ്മസ്വരൂപം.
ഏ ബ്രഹ്മസ്വരൂപനായി മാറുന്നതാണോ? അല്ല ജഡത്തില് നമ്മള് അതൊരു എന്താ വെച്ചാല് ഈ ക്രമാനുഗതമായിട്ടാണ് ഒരു സാധകൻ സമാധിയിലേക്ക് പോവുക. ആദ്യം അയാൾക്ക് അനുഭവപ്പെടുന്ന സമാധി ജഡസമാധിയാണ്. ഈ ശരീരത്തിൽ തന്നെ താൻ വസിക്കുന്നു. ശരീരമാണ് എന്റെ ഗേഹം, എന്റെ വീട് എന്റെ ശരീരമാണ്, ഞാൻ ഈ ശരീരത്തിനുള്ളിലാണ് ജീവിക്കുന്നത്. അപ്പൊ ബാഹ്യലോകത്തെ കുറിച്ചുള്ള ബോധങ്ങൾ ഇല്ലാതെയായിട്ട് ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരുവൻ, അതിനെയാണ് നമുക്ക് ജഡസമാധി എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ചേതനാ സമാധിയുണ്ട്. നമ്മുടെ ചേതനയിലേക്ക്, നമ്മുടെ നമ്മുടെ ജീവനിലേക്ക്, നമ്മുടെ ആന്തരിക പ്രകൃതിയിലേക്ക് നമ്മൾ ഒളിച്ചു പോകുന്നു, നമ്മൾ വന്ന് അമർന്നു പോകുന്നു. അതിനെ നമ്മൾ ചേതനാ സമാധി എന്ന് പറയും. പിന്നെ സ്ഥിതസമാധി എന്ന് പറയുന്നത് സ്ഥിതമായി സമാധിയിലേക്ക് സ്ഥിതനായി മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലൈറ്റൻഡ് ആയിട്ടില്ല, ഉന്മന സമാധി ആയിട്ടില്ല, ചേതന സമാധി വിട്ടു പോവുകയും ചെയ്തു. ചേതനയിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്തു, പൂർണ്ണ ബോധോദയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല. ആ അവസ്ഥയാണ് സ്ഥിതസമാധി. ആ സമാധിയിൽ എത്തിയിട്ട് തിരികെ പോരാന് പലർക്കും കഴിയും, പലരും തിരികെ പോകും. പക്ഷെ എന്നാല് ഫോർത്ത് സ്റ്റേജിലേക്ക് ചെല്ലണം, ഉന്മന സമാധി. മനസ്സിനെയും കടന്ന മനനാതീതമായ അമനീഭാവത്തിലേക്ക് പോകുന്നതായ ഒരു സമാധിയുണ്ട്. അത് ബീജസമാധി, നിർബീജ സമാധി, വികൽപ്പം, പിന്നെ അങ്ങനെ പല സമാധികൾ വീണ്ടും അതിനെ സബ്ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ സബ്ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ ദർശനമാലയിൽ തന്നെ പറയുന്നുണ്ട്. നിർവാണ ദർശനത്തില് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ തരുന്നുണ്ട്. നിർവാണ ദർശനത്തില് നിർവാണം ദ്വിവിധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അവസാനത്തെ ഒരു നിർവാണ ഇതുണ്ട്, അതിനകത്തും പറയുന്നുണ്ട്. അങ്ങനെ അത് പഠിക്കുക. പിന്നീട് മുക്തിമാർഗത്തിലേക്കുള്ള നമ്മുടെ വഴികൾ ഏതാണ്, നമുക്ക് ആനന്ദത്തിലേക്ക് എത്താനുള്ള, മുക്തിയിലേക്ക് എത്താനുള്ള, മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്താണ്? സാധുസംഗമം, ആചാര്യസേവ, വേദാന്ത ചിന്തനം, വൈരാഗ്യം, വാസനാനാശം, സജ്ജന സംഗമം, സംസാര ബന്ധത്തിലെ വിടുതൽ, വേദാന്ത വാക്യാർത്ഥ വിചാരം. നമ്മൾ ഇതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുക, യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രീനാരായണ ദർശന പാഠശാലയിൽ എത്തിയിരിക്കുന്നവര് മുക്തിമാർഗത്തിലുള്ള വഴികളിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇത് ഞാൻ വെറുതെ എഴുതിയിട്ടതല്ല. എന്താണ്, നമ്മൾ മുക്തിമാർഗത്തിലേക്കുള്ള സഞ്ചാരത്തിലാണ് ഈ പിന്നെ ശ്രീനാരായണ ദർശന പാഠശാലയിലെ പഠിതാക്കൾ എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. വളരെ വലിയൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്, മുമ്പിലുള്ളത്. ഭഗവാൻ നമ്മളെ നയിക്കാൻ നിൽക്കുമ്പോൾ, ഗുരുവിന്റെ മഹാകടാക്ഷം നമ്മളിലുള്ളപ്പോൾ, ഗുരുവിന്റെ പാതകളെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് പോകാമെങ്കിൽ ഈ സാധുസംഗമം നമുക്ക് നടത്താൻ പറ്റും. ആചാര്യസേവ നിങ്ങൾ ചെയ്യണം, വേദാന്തത്തെ കുറിച്ച് നിങ്ങൾ ചിന്തനം ചെയ്യണം. നിങ്ങൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വൈരാഗികളാകണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിരക്തി ഉണ്ടാകണം. ഈ എല്ലാ പൂർണ്ണ ഭോഗങ്ങളിലേക്കും, പൂർണ്ണ ഭൗതിക ഭോഗങ്ങളിലേക്കും, ഭോഗാസക്തികളിലേക്കും പോകാനുള്ള ആ ഒരു ത്വര മാറ്റിവെച്ചിട്ട് അല്പം വിരക്തി ഉണ്ടാകണം. പലതിനോട് അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒഴിവാക്കി വരാൻ ഉള്ള ഒരു ഇതിലേക്ക് വരണം. നിങ്ങളുടെ വാസനകൾ നശിച്ചു പോകണം. പൂർവാർജിത കർമ്മവാസനകളെല്ലാം നശിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം. അതിലൂടെ നിങ്ങൾക്ക് സജ്ജനങ്ങളുമായി സംഗമിക്കാൻ പറ്റും. സജ്ജന സംഗമം, സത്തുക്കളുമായിട്ടുള്ള സത്സംഗം, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സംസാരം, അതോടുകൂടി നിങ്ങൾക്ക് സംസാര ബന്ധത്തിൽ നിന്ന് വിടുതലുണ്ടാകാം. അച്ഛനും മകനും, അമ്മയും മകളും, ഭാര്യയും ഭർത്താവും, കാമുകനും കാമുകിയും, സഖിയും സ്വഭാവും, അങ്ങനെ എവരുമൊക്കെയുമായിട്ടുള്ള എന്താണ് പരിധിക്കതീതമായ ആസക്തികള്, ബന്ധങ്ങള്, കെട്ടുപാടുകള് നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റും. സംസാര ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാൻ പറ്റും. വേദാന്ത വാക്യാർത്ഥ വിചാരം നമുക്കുണ്ടാകും. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റും? മുക്തിമാർഗത്തിലേക്ക് എത്താൻ പറ്റും. ഒരു അടുക്കളയിലെ വേദാന്തമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ പരിവർത്തനപ്പെടുത്തരുത്. ജീവിതത്തിന്റെ ചൂരും ചൂടും ആത്മാവും ഒക്കെ തന്നെ ഈ മഹാഗുരുവിന്റെ ദർശനത്തിലേക്ക് കടത്തിവിടാൻ നമ്മൾ ശ്രമിക്കണം. മഹാഗുരു സമാധിയായിട്ട് 100 വർഷം തികയാൻ പോവുകയാണ് 2028. ഈ 2028 എത്തുമ്പോൾ ഭഗവാൻ നമുക്ക് തന്ന ആ ദാർശനിക ലോകത്തിന്റെ ആ ആഴക്കടലിന്റെ കരയിൽ വന്ന് നിൽക്കാനെങ്കിലുള്ള യോഗം നമുക്കുണ്ടാകണം. നമ്മൾ അതിൽ നിന്നൊക്കെ ഏറെ അകലെയാണ്. നമുക്ക് ഈ സമുദ്രത്തിന്റെ തീരത്ത് വന്ന് നിൽക്കാനെങ്കിലും കഴിയണം. അതിന് ഈ മുക്തിമാർഗത്തിലേക്കുള്ള വഴികളിലൂടെ, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്താണ്? ഈശ്വരനെ അറിയുന്നതിനുള്ള 4 വഴികൾ ഞാൻ പറഞ്ഞു തന്നില്ലേ?
ഇതൊക്കെ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ പഠനവും നമുക്ക് 9 മണിയായപ്പോൾ നിർത്തിയതാണ്. അതിനുശേഷം ഇങ്ങനെ പോവുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? സർ, അപ്പം നമ്മള് ഈ ദർശനമാല എല്ലാം എടുത്തത് ഇപ്പം ഇത്രല്ലേ ആയുള്ളൂ. അപ്പൊ അടുത്ത മാസം കൊണ്ട് ഫുള്ള് കഴിയുമോ? ദർശനമാലയുടെ നമുക്ക് ഇനി ഒരു 5 ശ്ലോകം ഉണ്ട്. 5 ശ്ലോകം ഇതുപോലെ ഓടിച്ചങ്ങ് പറയാം. അത്രേ പറ്റത്തുള്ളൂ. ഇത് കഴിയുമ്പോൾ നമുക്ക് മെയ് മാസത്തിൽ നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ മെയ് മാസം കൊണ്ട് തീരും. അതിന്റെ തുടർച്ച നമുക്ക് ഉണ്ടാകണം എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിന്റെ തുടർച്ചയിലേക്ക് പോകും. അതൊക്കെ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. തുടർച്ച വേണം സാറ്. എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഒരാൾ പറഞ്ഞാൽ പോലെയല്ലോ, നമ്മൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നല്ല നന്മയിലേക്കുള്ള വഴിയിലേക്ക് ആൾക്കാരുടെ സഞ്ചാരം വളരെ കുറവായിരിക്കും. നന്മയിലേക്കുള്ള വഴിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടാകത്തില്ല, ആൾക്കൂട്ടം ഉണ്ടാകത്തില്ല, അവിടെ വലിയ ജാഥ പോലൊന്നും ആൾക്കാർ ഇടിച്ചു കയറത്തില്ല. അവിടെ ഏകാഗികളായ സഞ്ചാരികളായിരിക്കും ഏറ്റവും കൂടുതൽ. ദൈവിക മാർഗത്തിലൂടെ നടന്നു പോകുന്നവർ ഏകാഗികളായിരിക്കും. അവിടെ വലിയ ജനത്തിരക്കോ തെള്ളോ ഒന്നും ഉണ്ടാകാറില്ല. അവിടെ ആൾക്കാരുടെ ബാഹുല്യമൊക്കെ കുറയും. അതുകൊണ്ട് നമ്മള് ഇവിടെ ആൾക്കാർ ഇടിച്ചു കയറാത്തതിനകത്ത് നമുക്ക് വിഷമത്തിന്റെ കാര്യമില്ല. തുടർന്ന് പോകുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് മാത്രം മതി. നമ്മള് ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ പിന്നാലെ ആളൊക്കെ വരും. പക്ഷെ ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടിയും ഉറച്ച ആഗ്രഹത്തോടു കൂടി ഇച്ഛാശക്തിയോടും കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ ഈ യാത്രയിലെ പങ്കാളികളുടെ എണ്ണം കൂടും. അതിനൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. നമസ്തേ. താങ്ക് യു. നമസ്തേ നമസ്തേ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.